ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അനേകവിധമായ വ്യാജമായ പരിചയങ്ങൾ, നടപടികൾ, ഉപദേശങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ജനങ്ങൾക്ക് ഒന്ന് വ്യക്തമാക്കി കൊടുത്ത് അവിടെ കെണിയിൽ അകപ്പെടാതെ സത്യദൈവത്തെ പരമാർത്ഥമായി സ്നേഹിച്ച് നിത്യജീവൻ ഓഹരിക്കാരാക്കുവാൻ ഉതകുന്ന ബോധവൽക്കരണ ശുശ്രൂഷ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇവിടെ നടക്കുന്നത്. ദുരുപദേശങ്ങളെ കാലാകാലങ്ങളിൽ ഖണ്ഡിച്ച് സത്യ ഉപദേശം വ്യക്തമാക്കി കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് തൻ്റെ ദാസന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ ഒരു നല്ല ഭാഗവും ദുരുപദേശങ്ങൾ ദൈവസഭയിൽ കടന്നപ്പോൾ അതിനെ ഖണ്ഡിക്കാനായി സത്യവചനത്തെ വ്യക്തമാക്കാനായിട്ടാണ് പരിശുദ്ധാത്മാവ് തൻ്റെ ശുശ്രൂഷകന്മാരെ തിരഞ്ഞെടുത്ത് എഴുതിപ്പിച്ചത്. അപ്പോൾ ദുരുപദേശങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നത്, ദുരുപദേശങ്ങൾ ദുരുപദേശമാണെന്നൊന്ന് തെളിയിച്ചു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിയമിതമായ ശുശ്രൂഷയിൽപ്പെട്ട കാര്യം തന്നെയാണ്. ചിലർക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്, നിങ്ങളെന്തിനാ വേറൊരുത്തരെ നിങ്ങൾ കുറ്റം പറയാൻ പോകുന്നത്? അയ്യോ, ആളിനെ കുറ്റം പറയുകയല്ല, ആൾ വേറെ, ആശയം വേറെ. ആളിനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുമ്പോൾ തന്നെ ആശയത്തെ തിരുത്താൻ ഉത്തരവാദിത്വമുണ്ട്. ഒരിക്കൽ പോലും ഇത് ചെയ്യുന്ന തെറ്റായ നടപടികൾ ചെയ്യുന്ന ആളുകൾക്ക് ഞങ്ങൾ എതിര് നിൽക്കുന്നവരാണെന്ന് നിങ്ങൾ ധരിക്കരുത്. ഞങ്ങൾ ആ വ്യക്തികളെ ഞങ്ങളുടെ സഹോദരങ്ങൾ എന്ന നിലയിൽ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നു. ആത്മീയ കൂട്ടായ്മയില്ല, കൂട്ടുവരെ ഉണ്ടാകാം, കൂട്ടായ്മയില്ല. കാരണം അവരോട് കൂട്ടായ്മ പുലർത്തുന്നവർ അവരുടെ ദുരുപദേശങ്ങളിൽ, അവിടെ തെറ്റായ നടപടികളിൽ ഓഹരിക്കാരാകും. അതുകൊണ്ട് കൂട്ടുണ്ട്, കൂട്ടായ്മയില്ല. അവിടെ ഒരിക്കൽ പോലും ഞങ്ങൾ ആ വ്യക്തികളെ ഇടിച്ചു താഴ്ത്താനോ പരാജയപ്പെടുത്താനോ ആ വ്യക്തികൾക്ക് എതിര് നിൽക്കാനോ ഞങ്ങൾ ശ്രമിക്കുന്നുവെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. ആളും ആശയവും രണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങളവരെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നു. എന്നാൽ അവരുടെ ചതിക്കുഴിയിൽ കുരുങ്ങി നിത്യജീവനിൽ നിന്ന് നഷ്ടപ്പെടുന്ന നിഷ്കളങ്കരായ ദൈവമക്കളെ കാണുമ്പോൾ സത്യം പറഞ്ഞു കൊടുക്കാതെ ഇരുന്നാൽ ഞങ്ങൾ കുറ്റക്കാരാകും എന്നുള്ളത് കൊണ്ട് ദൈവം ഏൽപ്പിച്ച ദൗത്യം എന്ന നിലയിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പല വർഷങ്ങൾ ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത്. ഉപദേശ വിശദീകരണ സമ്മേളനങ്ങൾ എന്ന സമ്മേളനങ്ങൾ ഞങ്ങൾ നടത്തുകയുണ്ടായി. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമ്മേളനങ്ങൾ. ഞങ്ങൾ ഓരോ പ്രാവശ്യവും കൂടുതൽ വലിയ ഹോളുകൾ ബുക്ക് ചെയ്യുമായിരുന്നെങ്കിലും ഓരോ ഹോളും തികയാതെ വന്നു. ആളുകളെ കൊണ്ട് അത്രമാത്രം ആളുകൾ താല്പര്യമായി കടന്നു വരുന്നതിനാൽ വലിയ ആവേശം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ദുരുപദേശങ്ങളെ വളരെ ഫലകരമായി തിരുത്താനും ജനങ്ങൾ അതിലകപ്പെട്ടു പോകുന്നതിനെ ഞങ്ങൾക്ക് അവരെ അതിൽ നിന്ന് രക്ഷിക്കുവാനും പല സന്ദർഭങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദുരുപദേശങ്ങൾ ജനത്തെ ബോധവൽക്കരിച്ച് അതിൽ നിന്ന് ജനത്തെ ഒഴിച്ചു നിർത്തുന്നത് ഉത്തരവാദിത്വമുള്ള ആത്മിക ശുശ്രൂഷകന്മാരുടെ ചുമതലയായതുകൊണ്ടാണ് ഇതിങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത്. അതിൽ പാസ്റ്റർ സോളമൻ അവர்களுം മറ്റ് കൂട്ടു സഹോദരങ്ങളെ കാണിക്കുന്ന ഉത്സാഹത്തെ ശ്ലാഘിക്കുന്നു. അവരോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ പ്രയത്നത്തെ ആദരിച്ച് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ദുരുപദേശങ്ങൾ ജനത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞത്? സഹോദരങ്ങളെ, ഒരുവൻ നിത്യജീവന് ഓഹരിക്കാരാകണമെങ്കിൽ ഇവിടെ ജോസഫ് സാറ് പറഞ്ഞ പോലെ ദൈവം വെച്ച പ്രമാണങ്ങളുണ്ട്. ദൈവം വെച്ച പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ മരണം നിശ്ചയമാണ്. ഈ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ 14-15 വാക്യങ്ങൾ, മത്തായി 23-14-15 വായിക്കുമ്പോൾ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവർ നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യൻ ആക്കുന്നു. രാവിലെ ഒരാൾ സഹോദരൻ വന്ന് എന്നോട് പറഞ്ഞു, ഈ
അദ്ദേഹം ഈ യോഗത്തെക്കുറിച്ച് മറ്റൊരു ദൈവദാസനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന്, എങ്ങനെയും 10 പേരെ പഠിച്ച സ്നാനപ്പെടുത്തി നമ്മുടെ കൂടെ കൂട്ടാനുള്ളതിന് പകരം നിങ്ങൾ ചുമ്മാ അതാ ഇതാന്നും പറഞ്ഞ് നടക്കുന്നത്, ഇതൊരു വൃഥാ വ്യായാമമല്ലയോ? എങ്ങനെയെങ്കിലും 10 പേരെ പിടിച്ച് സ്നാനപ്പെടുത്തി നമ്മുടെ കൂടെ കൂട്ടാൻ. അയ്യോ, നമ്മുടെ കൂടെ കൂട്ടുന്നത്, നമ്മുടെ കൂടെ അല്ല കൂട്ടേണ്ടത്, ക്രിസ്തുവിനോട് ചേർക്കണം, ക്രിസ്തുവിനോട് ചേർക്കണം. തങ്ങളുടെ അണികളെ ഉണ്ടാക്കാൻ എങ്ങനെയും 10 പേരെ പിടിച്ച് മുക്കിപ്പൊക്കി കൂട്ടത്തിൽ കൂട്ടി അവരിൽ നിന്നുള്ള അവരെ അണികളാക്കി അവരിൽ നിന്നുള്ള നന്മ അനുഭവിച്ചുകൊണ്ട് പോകുന്നത് വേദപുസ്തകം അംഗീകരിക്കുന്ന കാര്യം അല്ല. മാത്രമല്ല, എങ്ങനെയും 10 പേരെ പിടിച്ച് മുക്കിപ്പൊക്കിക്കൊണ്ട് നടന്നാൽ അവർ നിത്യജീവനിൽ കാണുകയില്ലെന്ന് തന്നല്ല, അവരെ സത്യവചനം പഠിപ്പിക്കാതിരുന്നാൽ അവരെ ഇരട്ടിച്ച നരകയോഗ്യരാക്കുകയാണ്. സത്യമാർഗം അറിയാൻ അവർക്ക് അവസരമില്ലാതെ പോകുകയാണ്. അതുകൊണ്ട് നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൻ്റെ നിർമ്മലതയിൽ, അതിൻ്റെ പൂർണ്ണതയിൽ, ആത്മഭാരത്തോടെ, ആത്മനിറവോടെ ദൈവവചനം പഠിപ്പിക്കണം, ഉപദേശിക്കണം. ഇവിടെ സാറ് പറഞ്ഞപ്പോൾ നമ്മളോട് ഓർപ്പിച്ചല്ലോ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അടുത്ത വാക്ക്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഒരു കമൻറ്റേറ്റർ അതിന് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പഠിപ്പിച്ചത് ഉപദേശിച്ചു, ഞാൻ കൂടെ ഉണ്ടെന്ന് മറക്കരുത്. അവിടെ കർത്താവിൻ്റെ പിരിയാത്ത സാന്നിധ്യം ഓർമ്മിപ്പിക്കുന്നത് ഒരു വാണിംഗ് ആയിട്ടാണെന്നാണ് ആ കമൻറ്റേറ്റർ പറഞ്ഞത്. ഞാൻ പഠിപ്പിച്ചത് ഉപദേശിച്ചോണം, ഞാൻ കൂടെ ഉണ്ടെന്ന് മറക്കണ്ട. അപ്പോൾ നോക്കണേ, കർത്താവ് പഠിപ്പിച്ചത് പഠിപ്പിച്ചാൽ മതി, കർത്താവ് ഉപദേശിച്ചത് ഉപദേശിച്ചാൽ മതി. കർത്താവ് ഉപദേശിച്ച ഉപദേശത്തിലും പ്രമാണങ്ങളിലും നിലനിൽക്കുന്നവരാണ് നിത്യജീവൻ ഓഹരിക്കാരാകുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ മുഖവുര പോലെ പറഞ്ഞു പോയാൽ നേരം വളരെ കടന്നു പോകും. അതുകൊണ്ട് ഞാൻ അതിന് കൂടുതൽ സമയം എടുക്കുന്നില്ല. സഹോദരങ്ങളെ, നിങ്ങളോട് പറയാൻ ഒത്തിരി കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. നാളെ ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഫിലിപ്പി തോമസ് അവർ നിങ്ങളുമായിട്ട് ആത്മീയ വിഷയങ്ങൾ പങ്കുവയ്ക്കുമല്ലോ. പ്രിയമുള്ളവരെ, ഇവിടെ ഈ ഭൂതമറക്കുന്ന കാര്യം കാണിച്ചത് ഇതിനേക്കാൾ വികൃതവും പൈശാചികവുമായ നടപടികളാണ് ഭൂതബാധ ഒഴിപ്പിക്കൽ എന്നുള്ള പേരിൽ നമ്മുടെ ഇടയിൽ അരങ്ങേറുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഞാൻ രാവിലെ 2 തരം ബാധ ഒഴിപ്പിക്കലുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞല്ലോ. പ്രിയമുള്ളവർ, രാവിലെ വന്ന സഹോദരങ്ങൾ അവരോർക്കുന്നുണ്ടാകും, ഒരു പാരലൽ മതസംവിധാനം പിശാച് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു സമാന്തര മതസംവിധാനം പിശാച് ഒരുക്കിയിട്ടുണ്ട്. അത് മറ്റ് മതവിഭാഗങ്ങളിൽ നിലനിന്നിരുന്നത് പതുക്കെ നമ്മുടെ ഇടയിലേക്ക് ഇങ്ങ് കയറി ആ മത സംവിധാനങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. നോക്കണേ, വ്യാജ മത സംഘം ദൈവസഭയിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ജനത്തെ ബോധവൽക്കരിക്കുവാൻ ആവശ്യമുള്ളത്. സ്തോത്രം. രാവിലെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞിരുന്നു. പിന്നെയും പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി നേരം പറയാൻ ആവശ്യമുള്ളത് ഉണ്ടെങ്കിലും ചില വാക്കുകൾ മാത്രം. ഈ പല ദൈവദാസന്മാരൊക്കെ പഠിപ്പിക്കുന്നതിൽ വരുന്ന പിഴവുകളാണ് പലപ്പോഴും പല ചോദ്യങ്ങൾക്കും ഉപാധിയാകുന്നത്. ഈ വേദപുസ്തകം ഇതൊരു വെറും പുസ്തകമാണ്. ഇതും കൊണ്ട് നിങ്ങൾക്ക് ഇത് വെറും പുസ്തകമാണ്. കപ്പലണ്ടി പൊതിയുകയോ ഇതിൻ്റെ താളെടുത്ത് കപ്പലണ്ടി പൊതിയുകയോ ഇത് ഉപയോഗിച്ച് പാറ്റായും എലിയെ തല്ലിക്കൊല്ലുകയോ ഒക്കെ ചെയ്യുന്നതിനകത്ത് ഇത് വെറും പുസ്തകമാണേ. ഇതിന് എന്തെങ്കിലും ഒരു വിശേഷത ഉണ്ടാകുന്നത് നിങ്ങൾ വിശ്വാസത്തോടെ ഇത് അംഗീകരിക്കുന്നത് കൊണ്ടാണ്. അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട്. അയ്യോ പ്രിയ ദൈവമക്കളെ, ശരിയാണ്, ഇത് പുസ്തകമാണ്, ഇത് കടലാസാണ്. എന്നാൽ ശ്രദ്ധിക്കണേ, ഇതിൽ ദൈവവചനത്തിൻ്റെ നിത്യമായ സത്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നാം ആദരവോടും, ശ്രദ്ധിക്കണേ, ആദരവോടെ മാത്രമേ, ഗൗരവത്തോടുകൂടെ മാത്രമേ വിശുദ്ധ തിരുവെഴുത്തിനെ കാണാൻ പാടുള്ളൂ. നമ്മളിതിനെ ഗ്രന്ഥസാഹിബ് എന്ന് പറഞ്ഞ് ഈ സിഖുകാരെ പൂജിക്കുന്ന പോലെ പൂജിക്കണ്ട.
ഗ്രന്ഥസാഹിബ് എന്ന് പറഞ്ഞ് പൂജിക്കേണ്ട, പക്ഷേ നമ്മൾ ദൈവവചനം എന്നുള്ള നിലയിലുള്ള മാന്യത ഈ പുസ്തകത്തിന് തീർച്ചയായിട്ടും കൊടുക്കണം. പിന്നെ വേറെ ചില ആളുകൾ പറയുന്നു, ഈ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ സഭയിലെ പല പ്രശ്നങ്ങളും കാണുമ്പോൾ ഇനി സഭയെ പോകണ്ട, സഭയിൽ തുടർന്ന് പോയെങ്കിൽ മാത്രമേ നിത്യജീവൻ പ്രാപിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പം വീട്ടിലൊക്കെ ഇരുന്ന് കൂട്ടായ്മയ്ക്ക് ആചരിച്ച് പോയാൽ മതി, അതിൻ്റെ കൂടെ ബന്ധുക്കളുടെ ഇടയ്ക്കൊന്ന് ഭയങ്കര പ്രശ്നമാണ്. പോകണ്ടേ. അപ്പോൾ എങ്ങും പോകാതെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ വസിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വീട്ടിലൊക്കെ പോരാ. സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, ഈ സഭയിൽ ഇച്ചിരി ഈശാപോശമൊക്കെ ഉണ്ടാവും. ഈശാപോശമൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നല്ല ബന്ധങ്ങൾ ഉള്ളിടത്ത് മാത്രമേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുള്ളൂ. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളിടത്തെ എന്തുണ്ടാവുള്ളൂ? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഞാനങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഷോക്കാകരുത്. ശ്രദ്ധിച്ചേ, ഈ ഗൾഫിൽ ജോലി ചെയ്ത ഒത്തിരി സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്, ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ട്, എനിക്ക് പരിചയമുള്ള ഒത്തിരി പേരുണ്ട് ഇവിടെ. ഗൾഫിൽ സമരമുണ്ടോ? ഉണ്ടോ? സമരമില്ല. എന്തൊരു ഓർഡറാ, എന്തൊരു ക്രമമാ. നമ്മുടെ സോളമൻ പാസ് തന്നെ അവിടെ ആയിരുന്നല്ലോ. എന്തൊരു ചിട്ടയാ. അവനവൻ്റെ കാര്യം നോക്കി മാനം മര്യാദയ്ക്ക് നടക്കുന്നു. ഇവിടെ പ്രശ്നവുമില്ല, സമരവുമില്ല, ഒന്നുമില്ല, വഴക്കും വയ്യാവലി ഒന്നുമില്ല. പക്ഷേ എന്തില്ല? സ്വാതന്ത്ര്യമില്ല. വിയോജിപ്പുള്ള വല്ല കാര്യം വന്നാൽ മിണ്ടാതെ പോയിക്കോണം, ഇവിടെ ഉരിയാടാൻ അനുവാദമില്ല. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ സഭകളിൽ ചിലപ്പോൾ ആശയപരമായിട്ടോ വ്യക്തിപരമായിട്ടോ ഒക്കെയുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് തീർത്ത് പൊക്കോണം. നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വരും. ഭാര്യയും ഭർത്താവും നമ്മൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്ന് വരും. ഭാര്യയും ഭർത്താവും നമ്മൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ഇച്ചിരി ചണ്ട കൂടിയേച്ച് വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പാടില്ലെന്നും, ചണ്ട കൂടിയാൽ അതുകൊണ്ട് ഒരാഴ്ച ഇനിയും രണ്ടുപേരും പ്രാർത്ഥിക്കാൻ ഒന്നിച്ചിരിക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനൊന്നും പറയരുത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് പറഞ്ഞ് തീർത്ത് ഹൃദയപൂർവ്വം പരസ്പരം ക്ഷമിച്ച് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ സഭകളിൽ ഇച്ചിരി ഈശാഘോഷമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതല്ല പ്രധാന പ്രശ്നം. ശ്രദ്ധിക്കണേ, സഭകളിൽ അത് നിലനിൽക്കാനിടയാകുന്ന അതൊരു ഒരു വിഭജനത്തിലേക്ക് നടത്തുന്ന ഗതികേടുണ്ടാകാനിടയാകരുത്. സ്നേഹത്തിൻ്റെ നിയമമായിരിക്കണം സഭയിൽ നിലനിൽക്കേണ്ടത്. സ്തോത്രം. അതുകൊണ്ട് ദൈവസഭ, ദൈവം നമ്മുടെ ആത്മീയ വർധനവിന് വേണ്ടിയും യേശുക്രിസ്തു എന്ന ആത്മമണവാളന് വേണ്ടി ഒരുക്കപ്പെടുവാനായി ഒരുക്കിയിരിക്കുന്ന സംവിധാനമാണ്. അതിനെ ലാഘവത്തോടെ കാണരുത്. മാത്രമല്ല, ശ്രദ്ധിക്കണേ, കർത്തൃതിരുമേശ തുടങ്ങിയ കൂട്ടായ്മ, ആ കൂട്ടായ്മ സഭയിലെ നടക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സഭാ കൂടിവരവെ അവഗണിച്ച് സഭാ കൂടിവരവിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആർക്കും ഇടയാകരുത്. ഏതെങ്കിലും കാരണവശാൽ, ശ്രദ്ധിക്കണേ, ഏതെങ്കിലും കാരണവശാൽ ഉപദേശപരമായ കാര്യത്തിൽ നിങ്ങൾക്ക് വിയോജിപ്പുള്ള കാര്യം നിങ്ങളുടെ സഭയിലുണ്ടായാൽ ആ കാര്യം സ്നേഹത്തോടെ ബന്ധപ്പെട്ടവരെ, ചുമതലപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുകയും എങ്കിലും വചനപ്രകാരമുള്ള തിരുത്തലിന് അവർ കൂട്ടാക്കാതെ ഇരുന്നാൽ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒട്ടും അതിന് വിധേയപ്പെടുന്നില്ല, ഒട്ടും തിരുത്തുന്നില്ല, ദുരുപദേശത്തിൽ നിന്ന് ദുരുപദേശത്തിലേക്ക് പോകുന്നുവെന്ന് വന്നാൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ അടുത്ത വചനപ്രകാരമുള്ള സത്യമായ ഉപദേശത്തിൽ നിൽക്കുന്ന നല്ല കൂട്ടായ്മയുള്ള സഭയിലേക്ക് പോകുന്നതിലും തെറ്റൊന്നുമില്ല. എൻ്റെ കൂടെ ഉണ്ടോ? സഭ വിളത്താൻ വന്നിരിക്കുന്ന ഉപദേശിക്കുന്നൊന്നും നിങ്ങൾ എന്നെക്കുറിച്ച് പറയരുത്. കാരണം തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നിടത്ത് അത് തിരുത്താൻ ശ്രമിച്ചിട്ട്, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനം തിരുത്താൻ ശ്രമിച്ചിട്ട് കൂട്ടാക്കുന്നില്ലെങ്കിൽ, മനസ്സിലായല്ലോ, സത്യമായ ബോധ്യം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ ദൈവവചനപ്രകാരമുള്ളൊരു കൂട്ടായ്മയിലേക്ക് പോകുന്നതിൽ തെറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ഇന്ന് ചണ്ടയും കലവും ഒക്കെ ഞാൻ എങ്ങും പോകുന്നില്ലെന്ന് പറയരുത്. അതാണ് ഞാൻ പറഞ്ഞത്. വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വിശദീകരിക്കാൻ നേരമില്ല. ഇനി പിന്നെ ചോദിച്ചിട്ടുള്ള ഈ വേറൊന്ന്, നാമധേയമായ ക്രൈസ്തവ സഭകൾ വേദവിപരീതമായ പല നടപടികളും നിലനിൽക്കുന്ന പല സഭാ കൂടിവരവുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ളൊരു സഭാ കൂടിവരവിൽ നിന്ന് വീണ്ടും ജനനം പ്രാപിച്ച ദൈവജന സത്യം അനുസരിച്ച് വേർതിരിക്കപ്പെട്ട് വന്ന ഒരു ദൈവവൈതൽ, ആ ദൈവവൈതൽ ആ സഭയിൽ ചെറിയൊരു ഈശാപോശം ഉണ്ടാകുകയോ
അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ എതിർപ്പുണ്ടാകുകയും ചെയ്യുമ്പോൾ ഇനി എങ്ങും പോകുന്നില്ല, അല്ലേ പഴയയിടത്തേക്ക് അങ്ങ് തിരിച്ചു പോകാം എന്ന മട്ടിൽ പഴയ ആ ന്യായപ്രമാണത്തിൻ്റെ ചുവട് പിടിച്ച് രൂപപ്പെടുത്തിയിരിക്കുന്ന ചില പ്രമാണങ്ങൾക്ക് വിധേയപ്പെട്ട് സത്യത്തിലും ആത്മാവിലും ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ സഹായകരമല്ലാത്ത ശുശ്രൂഷാ നടപടികൾ നിലനിൽക്കുന്ന അങ്ങനെയുള്ള സഭകളിലേക്ക് തിരികെ പോകുന്നത് ഒരിക്കലും ശരിയല്ല. അതിവിടെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും കൂടെ പറഞ്ഞ് തൽക്കാലം അത്രയും പറഞ്ഞു പോകുന്നു. ആർക്കെങ്കിലും വ്യക്തിപരമായി സംസാരിക്കണമെങ്കിൽ ഇവിടെ പക്വതയുള്ള ദേവദാസന്മാരുണ്ട്, ഞങ്ങളോട് ചോദിക്കുന്നതിലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അത്രയൊക്കെ പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകുന്നു. രാവിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കൂട്ടത്തിൽ സ്തോത്രം പറഞ്ഞിരുന്ന ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. അതായത് ഒരു സമാന്തര മത സംവിധാനം പിശാച് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സമാന്തര മത സംവിധാനത്തിൽ നിന്നുള്ള നുഴഞ്ഞു കയറ്റം നമ്മുടെ ഇടയിൽ കടന്നു വരികയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് എന്ന് തെറ്റിദ്ധരിക്കത്തക്കതുപോലെ ദുരാത്മാവിൻ്റെ പ്രവർത്തനം ദൈവസഭയ്ക്കകത്ത് കടന്നു കൂടുകയും ചെയ്തിരിക്കുന്ന ഗതികേട് പറഞ്ഞ് ഓരോ വാക്കിനും വിശദീകരണം ചോദിക്കാം. ഗതികേട് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നുണ്ട്. ഇതിനെതിരെ നമ്മൾ ജാഗ്രത പാലിക്കണമെന്ന് ഞാൻ രാവിലത്തെ സെഷൻ നിങ്ങളോട് പറഞ്ഞു. അത് എതിർക്രിസ്തുവിൻ്റെ ആത്മാവാണെന്നും അത് ലോകത്തിൻ്റെ ആത്മാവാണെന്നും പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ നമ്മളെ ഉപദേശിച്ചിട്ടുണ്ട്. അതിന് വിധേയപ്പെട്ടു പോകരുത്. അതുപോലെ ചോദിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാന ചോദ്യമുണ്ട്. അത് വിശദീകരിക്കാൻ പോയാൽ ഒത്തിരി സമയം എടുക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എങ്കിലും പരാമർശിക്കാതിരിക്കുന്നത് ശരിയാവില്ല. ശ്രദ്ധിച്ചേ, ഈ എക്സർസൈസ് യുവർ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു പരിപാടി, അതെന്നോട് ചോദിച്ച പ്രിയ ബഹുമാന്യായ സഹോദരി, ആ സഹോദരി തന്നെ പറഞ്ഞു, ഫെയ്ത്ത് ഈസ് ആബ്സല്യൂട്ട് കോൺഫിഡൻസ് ഇൻ ദി ആബ്സല്യൂട്ട് ഗോഡ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ. സത്യമാണ്. ആബ്സല്യൂട്ട് കോൺഫിഡൻസ് ഇൻ ദി ആബ്സല്യൂട്ട് ഗോഡ്, അത് സത്യമാണ്. ഈ വിശ്വാസം എന്ന് പറയുന്നത് വസ്തുതയിലല്ല, ഒരു വ്യക്തിയിലായിരിക്കണം. ഇത് ഞാൻ അല്പം കൂടെ ഒന്ന് വ്യക്തമാക്കി തരാൻ ശ്രമിച്ചോട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ഈ രോഗശാന്തി പരിപാടി അങ്ങനെയൊക്കെയുള്ള മറ്റ് പല കാര്യങ്ങളിലും അവർ വിശ്വസിക്കുക എന്ന് പറയും. വിശ്വസിക്കുക എന്നവർ പറയുന്നത് വസ്തുതകളെ വിശ്വസിക്കാനാണ് പലപ്പോഴും പറയുന്നത്. മനസ്സിൻ്റെ മണ്ഡലത്തിൽ ഭാവനയിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ സങ്കല്പിക്കുന്നതിനാണ് അവർ വിശ്വാസം എന്ന് പറയുന്നത്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ PPT എന്ന് പൊതുലോകത്തിൽ പറയും. PPT എന്ന് പറഞ്ഞാൽ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ സങ്കല്പിച്ച് ഉള്ളതുപോലെ ആക്കി തീർക്കത്തക്ക പോലുള്ള ഒരു ക്രിയാത്മക ചേതന മനുഷ്യനിലുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. ഒരു ക്രിയാത്മക ചേതന. കാര്യം മനുഷ്യൻ ഒരാത്മജീവിയാണ്. മനുഷ്യൻ ആത്മജീവി ആയതിനാൽ മനുഷ്യനിൽ ഒരു ക്രിയാത്മക ചേതനയുണ്ട്. എ ക്രിയേറ്റീവ് കപ്പാസിറ്റി എല്ലാ മനുഷ്യനിലുമുണ്ട്. ഒരു ഉദാഹരണം പോലെ പറയാം, എളുപ്പം മനസ്സിലാക്കാവുന്ന ഉദാഹരണം. എനിക്കിപ്പോൾ തലവേദനയില്ല, എന്നാൽ ഞാൻ എന്നോട് തന്നെ നീതി പാലിച്ച് ഒരു 5 മിനിറ്റ് ഇങ്ങനെ പറഞ്ഞ് സങ്കല്പിക്കുക, ഓ എന്തൊരു തലവേദന, അയ്യോ എൻ്റെ ചെന്നി പൊട്ടുന്നു, മിണ്ടാൻ മേല, കണ്ണ് തുറക്കാൻ മേല, തലവേദന. ഇത് ഞാൻ 5 മിനിറ്റ് ആത്മാർത്ഥമായി പറഞ്ഞാൽ എനിക്ക് തലവേദന എടുക്കും. ഇല്ലേ? തലവേദന എടുക്കും. എന്താ പറ്റുന്നത്? ഞാൻ ഇല്ലാത്തതിനെ ഭാവനയിൽ ഉള്ളതുപോലെ സങ്കല്പിച്ച് ഇല്ലാത്തത് ഉളവാക്കിയെടുക്കുന്ന ഒരു മാനസിക പ്രക്രിയയാണത്. ഇതാണ് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. ഇത് MBA പഠിക്കുന്ന കുഞ്ഞുങ്ങളും ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഇവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിച്ചിട്ടാണ് ഈ തീക്കുണ്ടത്തിലൂടെ കാല് കൊള്ളാതെ നടക്കുന്നത്. ശരീരത്തെ നിയന്ത്രിക്കാം, നമുക്ക് ശരീരത്തെ നിയന്ത്രിക്കാം. നിങ്ങൾ ചിലപ്പോൾ പത്രങ്ങളിൽ വായിച്ച് കാണുമായിരിക്കും, ഈ കോഴിക്കോട് IIM നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തിറങ്ങുന്ന ഗ്രാജുവേറ്റിംഗ് ബാച്ച്
ഒന്നിലധികം വർഷം അവർ ഗ്രാജുവേറ്റ് ചെയ്യുന്ന ആ സമയത്ത് അവർ തീക്കനൽ നിറച്ച ട്രെഞ്ചിലൂടെ ചെരുപ്പില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കാല് പൊള്ളിയില്ല. നിങ്ങൾ ചിലപ്പോൾ പത്രങ്ങളിൽ വായിച്ചു കാണും. മനുഷ്യനത് ചെയ്യാം, കാര്യം മനുഷ്യൻ്റെ മനസ്സിനതിന് ശക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നു. പണ്ട് മുതലേ ഈ ഹൈന്ദവ യോഗീവര്യന്മാരൊക്കെ ഇത് ചെയ്യുമായിരുന്നു. ഇപ്പോഴും അത് ചെയ്യുന്നവരുണ്ട്. മനസ്സിനെ നിയന്ത്രിക്കുക. ശ്രദ്ധിക്കണേ, അതായത് ഇതിനു മുമ്പ് ഇവരെ പ്രാക്ടീസ് ചെയ്യിക്കാനായിട്ട് കൊച്ച് തണുത്ത വെള്ളം ഒഴുകുന്ന അരുവി കൂടെ ഇവരെ നടത്തും. കുറേ പ്രാവശ്യം ഈ കൊച്ച് തണുത്ത വെള്ളം ഒഴുകുന്ന അരുവി കൂടെ ഇവരെ ഇങ്ങനെ അങ്ങ് നടത്തിയിട്ട് നിങ്ങൾ കണ്ണടച്ചോണ്ട് ഈ തണുത്ത വെള്ളം ഒഴുകുന്ന അരുവി കൂടെ നടക്കാൻ പറയും. തണുത്ത വെള്ളം ഒഴുകുന്ന അരുവി കൂടെ കണ്ണടച്ചോണ്ട് അതിൽ മാത്രം ധ്യാനിച്ചോണ്ട് ആ കാലിൻ്റെ അനുഭൂതിയെ മാത്രം ഇങ്ങനെ ധ്യാനിച്ചോണ്ട് ഇങ്ങനെ അങ്ങ് നടന്ന് കുറേ നടക്കും. അതങ്ങ് പ്രാക്ടീസ് ചെയ്യും. ആ ചിത്രം മനസ്സിൽ അങ്ങ് ഉറപ്പിച്ച് കഴിഞ്ഞേച്ച് തീക്കുണ്ടം, തീ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീ കഷണങ്ങൾ നിറച്ചിരിക്കുന്ന ട്രെഞ്ചിൽ കൂടി ഇവർ നടക്കുമ്പോഴും ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് വന്ന് കാലിൽ ഒരിച്ചിരി പച്ചവെള്ളം ചിലപ്പോൾ ഒഴിക്കും. എന്തിനാണെന്നറിയാമോ? ആ ചിന്ത ഒന്നും കൂടി ഒന്ന് റിവൈവ് ചെയ്തെടുക്കാൻ. ഇങ്ങോട്ട് വന്നിട്ട് ഈ കുളിർന്ന വെള്ളം ഒഴുകുന്ന കൊച്ചരുവി കൂടി നടന്ന ആ അനുഭൂതി, ആ ചിന്ത, അത് മനസ്സിൽ അങ്ങ് കുക്കപ്പ് ചെയ്യും. മനസ്സിലിങ്ങനെ ഭാവനയിങ്ങനെ കൊണ്ട് ആ അരുവി കൂടി നടക്കുന്ന പോലെ അങ്ങ് നടക്കും. മനസ്സ് മുഴുവൻ ആ അരുവി കൂടി നടന്ന് അക്കരെ പോവും, തിരിച്ചിക്കരെ വരും. ഒന്നും പറ്റുകയില്ല. കാര്യം മനസ്സിൻ്റെ ശക്തി കൊണ്ട് ശരീരത്തെ നിയന്ത്രിക്കുകയാണ്. ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, ഇതാണ് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. ഇതല്ല വേദപുസ്തകം പറയുന്ന വിശ്വാസം. അത് വസ്തുതയെ ഭാവനയിൽ കണ്ട് വിശ്വസിക്കുക, ഇല്ലാത്തത് ഉള്ളതുപോലെ സങ്കല്പിച്ച് അനുഭവിക്കുകയാണ്, വരുത്തിക്കൂട്ടുകയാണ്. പ്രിയമുള്ളവരെ, ബൈബിള് പറയുന്ന വിശ്വാസം ദൈവം എന്ന വ്യക്തിയെ വിശ്വസിക്കുക എന്ന് രാവിലെ മുഖോര വാക്കുകളിൽ ഫിൽജി സാർ ഇവിടെ പരാമർശിച്ചതായിരുന്നു. നോക്കണേ, വേദപുസ്തകം പറയുന്ന വിശ്വാസം ദൈവം എന്ന വ്യക്തിയെ വിശ്വസിക്കുകയാണ്. നോക്കണേ, ദീർഘമായ സമയം പറയാൻ ആവശ്യമുണ്ടോ ഉള്ള കാര്യമാണ്. ഞാൻ വേഗം പറഞ്ഞു പൊക്കോട്ടെ. പ്രിയമുള്ളവർ, ദൈവം നന്മയുടെ ഉറവിടമാണ്. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, ജീവൻ തന്ന് സ്നേഹിച്ചവൻ, മാറ്റമില്ലാത്തവൻ, നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവൻ, ഒരിക്കലും തെറ്റുപറ്റാത്തവൻ, ഒരിക്കലും മാറ്റം വരാത്തവൻ, ഇങ്ങനെയുള്ള ഒരു ദൈവം. ആ ദൈവം ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ചവനാ. അവൻ ഒരിക്കലും മാറ്റം വരുന്നവനല്ല. ഈ ദൈവത്തെ എനിക്ക് വിശ്വസിക്കാം. ഈ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഈ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. ശ്രദ്ധിക്കണേ, ഗലാത്യലേഖനം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. എടുത്തെങ്കിലും വായിച്ചേ, ഗലാത്യർ 5:6. ശ്രദ്ധിക്കണേ, വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എടുത്തോ. ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്നിചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. വിശ്വാസം എങ്ങനെയാ വ്യാപരിക്കുന്നത്? സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രദർശനമാണ്, അതിൻ്റെ പ്രായോഗിക തലമാണ് വിശ്വാസം. ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രായോഗിക തലങ്ങൾ പലതുണ്ട്. എന്നെ സ്നേഹിക്കുന്നവൻ്റെ വചനം പ്രമാണിക്കും. ശ്രദ്ധിക്കണേ, നോക്കണേ, അതുപോലെയുള്ള മറ്റൊരു പ്രായോഗിക തലമാണ് അവൻ ദൈവത്തെ വിശ്വസിക്കും. അതൊരു ബന്ധമാണ്, ഊഷ്മളമായ ബന്ധമാണ്. എന്നാൽ ഈ വിശ്വാസം പ്രാക്ടീസ് ചെയ്യണം, എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്നവർ, ശ്രദ്ധിക്കണേ, അവർ പറയുന്ന മനസ്സിൻ്റെ ശക്തി കൊണ്ട് ഇല്ലാത്ത കാര്യം ഉള്ളതുപോലെ സങ്കല്പിക്കണമെന്നാണ് പറയുന്നത്. അത് ബൈബിൾ പഠിപ്പിക്കുന്നതല്ല. ഈ കാര്യം പറഞ്ഞാണ് ഇവിടെ പല അനുഭൂതികളും വലിയ ഒരു മാസ് മാനിയ ഉണ്ടാക്കി ആളുകളിൽ ചെലുത്തി സൗഖ്യം പ്രാപിച്ചു എന്ന് പ്രഖ്യാപിച്ച് പറഞ്ഞു വിടുന്നത്. കർത്താവ് സൗഖ്യമാക്കുന്നവനാണ്, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. പക്ഷേ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കാനും കർത്താവ് സൗഖ്യമാക്കുവാനും നമ്മുടെ ചെപ്പിടി വിദ്യകളൊന്നും ഉപയോഗിക്കണ്ട.
ഞാനിതൊക്കെ പറയുമ്പോൾ ചില ആളുകളൊക്കെ എനിക്ക് കൃപയില്ലാത്തതുകൊണ്ടും കൃപാവരം ഇല്ലാത്തതുകൊണ്ടാണെന്ന്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവം കഴിഞ്ഞ 38 വർഷമായി ദൈവം കൃപകളാലും കൃപാവരങ്ങളാലും നിറച്ചാണ് എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ സന്ദർഭങ്ങളിൽ അത്ഭുത രോഗസൗഖ്യം ദൈവം അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ അയച്ചിട്ടുണ്ട്. അത്ഭുതങ്ങൾ എത്രയോ നടന്നിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കണേ, ഞാൻ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ ആവശ്യബോധത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായ ഒരു രോഗസൗഖ്യം ഒരുവന് കൊടുത്താൽ അവനെ കൊണ്ട് നടന്ന് രോഗം സൗഖ്യമാകുന്നതിന് മുമ്പുള്ള പടം, സൗഖ്യമായ ശേഷമുള്ള പടം, ആളിനെ ഇപ്പം കണ്ടോ എന്നും പറഞ്ഞ് കൊണ്ട് നടന്ന് സാക്ഷ്യം പറയിപ്പിച്ച്, ശ്രദ്ധിക്കണേ, അത് മുതലെടുക്കുന്ന ഇടപാട് ദൈവികമല്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അപ്പോൾ എക്സർസൈസ് യുവർ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ സങ്കല്പിക്കാനല്ല നമ്മളതിൽ ചെയ്യേണ്ടത്. അങ്ങനെ ആ എക്സർസൈസ് യുവർ ഫെയ്ത്ത് എന്നൊന്നും വേദപുസ്തകത്തിൽ പറയുന്നില്ല. ഫെയ്ത്ത് എന്നുള്ള വാക്ക് തന്നെ പല അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരിക്കലായിട്ട് പരമേൽപ്പിച്ച വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസ പ്രമാണമാണ്. അത് നമ്മൾ എക്സർസൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒബേ ദ പ്രീസെപ്റ്റ്സ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും പ്രായോഗിക ജീവിതത്തിൽ എക്സർസൈസ് ചെയ്യണമെന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. പ്രിയമുള്ളവരെ, വിശ്വസിക്കുന്നവരാൽ വ്യാപരിക്കുന്ന അളവറ്റ ശക്തി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, കർത്താവിനുള്ള എൻ്റെ വ്യക്തിപരമായ ബന്ധം കൊണ്ട്, സ്തോത്രം, അസാധാരണമായ നിലയിൽ സ്തോത്രം വിശുദ്ധ ജീവിതം നയിക്കുവാനും അത്ഭുതകരമായി ശുശ്രൂഷ ചെയ്യാനും ദൈവം എന്നെ പ്രാപ്തനാക്കുന്നു. രാവിലെ നമ്മൾ ചിന്തിച്ചല്ലോ, അതാ പത്രോസ്ലീഹ തന്നെ പറയുമ്പോൾ പത്രോസിൻ്റെ ഉത്തരീയം കൊണ്ടിട്ട് ആളുകൾ സൗഖ്യമായപ്പോഴും പത്രോസ് പറഞ്ഞ ഒരു വാക്ക് മറക്കരുത്. ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഞങ്ങളുടെ എന്തെങ്കിലും കഴിവ് കൊണ്ടോ ഈ ബലഹീന മനുഷ്യൻ സൗഖ്യമായി എന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്നാ പത്രോസ് പറഞ്ഞത്. ശ്രദ്ധിക്കണേ, അറിയാമല്ലോ, സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കിൽ നിന്ന് മുടന്തനായിരുന്നവനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ ആളുകൾ അവനെ അത്ഭുതപ്പെട്ടു നോക്കുമ്പോൾ പത്രോസ് പറയുന്നത് ഞങ്ങളുടെ ശക്തി കൊണ്ടല്ല. അതുകൊണ്ട് എന്നിൽ നിന്ന് ശക്തി വ്യാപരിക്കുന്നു, എന്നിൽ നിന്ന് ശക്തി വ്യാപരിക്കുന്നു എന്നൊരു ശുശ്രൂഷകൻ പറയരുത്. അവനിലുള്ള പത്രോസ് പറയുന്നു ഞങ്ങളുടെ ശക്തി കൊണ്ടല്ലെന്ന്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം, സ്തോത്രം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സ്തോത്രം, എക്സർസൈസ് യുവർ ഫെയ്ത്ത് എന്നൊക്കെ പറയുന്നത് മനസ്സുകൊണ്ട് സ്വപ്നം കാണാനുള്ള ഒരു ആഹ്വാനമാണെങ്കിൽ അത് ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യമല്ല. സ്തോത്രം. ഞാനിത് സംബന്ധമായിട്ട് ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു CD കളിലൊക്കെ ഉണ്ട്, ഇൻ്റർനെറ്റിലൊക്കെ ഉണ്ട്. ന്യായമായ വിശകലനം കൂടുതൽ ആവശ്യമുള്ളവർക്ക് അത് നോക്കാം. അല്ല, വ്യക്തിപരമായി കൂടുതൽ വിശകലനം വേണമെങ്കിൽ ചോദിച്ചാൽ പറയാം. എബ്രായർ 11:1 അർത്ഥം ഇതെല്ലാം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. സ്തോത്രം. ന്യായമായ വിശകലനം ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം. ചോദിച്ചതുകൊണ്ട് തൽക്കാലം അത്രയും പറഞ്ഞ് ആ ഭാഗം ഉപസംഹരിച്ച് അടുത്ത ഭാഗത്തേക്ക് പോകുന്ന നേരമില്ലാത്തത് കൊണ്ടാണ്. മുൻപോട്ട് പോയിക്കോട്ടെ സൗകര്യങ്ങളിൽ. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, അതാണല്ലോ പ്രധാനമായിട്ട് ഞാൻ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന സംബന്ധമായുള്ള ദുരുപദേശങ്ങൾ. സഹോദരങ്ങളെ, ഈ വൈകാരികമായ ഒരനുഭൂതി ആവർത്തിച്ചൊരു കാര്യം പറഞ്ഞ്, അതിവേഗം ഒരു കാര്യം പറഞ്ഞ്, സ്പീഡിൽ വാചക കസർത്ത് പറഞ്ഞ് ഒരു മാസ്മരലോകം സൃഷ്ടിച്ചിട്ട് ഇപ്പൊ പിടിച്ചോ എന്ന് പറയുന്ന ഒരു പരിപാടി, അതൊന്നും പരിശുദ്ധാത്മാവിനാലല്ല. നിങ്ങളെൻ്റെ കൂടെ വരണേ. ഞാൻ ഇങ്ങനെ ഒരു എൻ്റെ വ്യക്തിപരമായ എൻ്റെ പരിചയത്തിൽ സുവിശേഷം പ്രസംഗിച്ച് കഴിഞ്ഞ് ഓൾട്ടർ കോൾ മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ഓൾട്ടർ കോൾ ആരിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാം കാര്യം. സമർപ്പിക്കാൻ അവസരം കൊടുത്തില്ലെന്നുള്ള കുറ്റം എൻ്റെ മേൽ വരരുത്. അതുകൊണ്ട് ദൈവം ആളുകളെ ഒരുക്കാറുണ്ട്. ധാരാളം ആളുകൾ കർത്താവിനെ ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളിലും ഡസൻ കണക്കിന് ആളുകൾ കർത്താവിനെ സ്വീകരിച്ച് പരമാർത്ഥമായിട്ടും, കാര്യം ഒരു വിട്ടുവീഴ്ചയില്ലാതെ സുവിശേഷം പറയുന്നത്, പരമാർത്ഥമായും കർത്താവിനെ വിശ്വസിച്ച് മുമ്പോട്ട് വരുന്നത് കണ്ട് സന്തോഷിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ ഓൾട്ടർ കോൾ കൊടുക്കുന്ന സമയമാകുമ്പോൾ പെട്ടെന്ന് ഓർഗൻ വായിക്കുന്നയാൾ ഓടി മുമ്പിൽ വരും. മനസ്സിലാവുന്നുണ്ടോ? ഓർഗൻ വായിക്കുന്നയാൾ ഓടി മുമ്പിൽ ഇങ്ങോട്ട് വന്നിട്ട് ഈ 2 ഓർഗൻ കപ്പിൾ ചെയ്ത് വെച്ചിരിക്കുക, 2 3 ഒക്കെ. പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് അദ്ദേഹം ഒരു പശ്ചാത്തലം ഇടും. പലപ്പോഴും വേണ്ടെന്ന് ഞാൻ കർക്കശമായി പറയാറുണ്ട്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ചെയ്യരുത്, ഞാൻ അനുവദിക്കില്ല. എന്തിനാ ഈ ഓർഗൻ്റെ പശ്ചാത്തലം ഇടുന്നേ? ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ.
ഒരു ദിവസം ഒരു ദൈവദാസൻ, എൻ്റെ സാറേ അവർ ആ ഓർഗനൊന്ന് വായിച്ച ഒരു പ്രത്യേക ഒരു വൈബ്രേഷൻ ഉണ്ടാകുകയില്ലായിരുന്നോ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഒത്തിരി പേരൂടെ മുമ്പോട്ട് വന്നേനായിരുന്നല്ലോ. ഞാൻ പറഞ്ഞ ആ വൈബ്രേഷൻ ഉണ്ടാക്കി, ആ പ്രത്യേക അന്തരീക്ഷം ഉണ്ടാക്കി, ആളുകളെ ഒരു മായാലോകത്തിലേക്ക് ആക്കി അവരെ മുമ്പോട്ട് വിളിക്കുന്നതിനേക്കാൾ നിർമ്മലമായ വചനം ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തികഞ്ഞ തെളിഞ്ഞ ബുദ്ധിയോടെ ബോധ്യം വന്ന് ആരെങ്കിലും കർത്താവിനെ സ്വീകരിക്കുന്നെങ്കിൽ അവനെ നിലനിൽക്കുകയുള്ളൂ. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ നിലനിൽക്കുകയുള്ളൂ. സഹോദരം സഹോദരൻ, പ്രിയമുള്ളവരെ, നമ്മൾ എന്തൊക്കെ കൃത്രിമങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു ശരവർഷമില്ലാതെ ചിലപ്പോൾ അങ്ങോട്ട് പറയല്ലേ, അങ്ങനെ അങ്ങ് പറയുക, ശരവർഷമില്ലാതെ ഓടിപ്പിച്ചിങ്ങനെ പറഞ്ഞ് മനുഷ്യന് ചിന്തിക്കാൻ അവസരം കൊടുക്കുന്നില്ല. സഹോദരങ്ങളെ, ഇതൊക്കെ ഒരു പ്രത്യേകമായൊരു രീതിയാണ്. അത് കൂടുതൽ വിശദീകരിക്കാൻ പോയ സമയം പോകും. ഇത് വേഗം പറയാം, കൂടെ വരണേ. അതായത് നമ്മളൊക്കെ മനുഷ്യൻ മീഡിയത്തിൻ്റെ ആളുകളാണ്. മീഡിയമിൻ്റെ ആളുകളാണ്. നമുക്ക് അനലൈസ് ചെയ്യാൻ ഒരു കഴിവുണ്ട്. നമ്മുടെ ബ്രെയിൻ അനലൈസ് ചെയ്യുന്നതിന് ഒരു ക്വാണ്ടമുണ്ട്, ഒരു ക്വാണ്ടിറ്റി. അതേ നമുക്ക് അനലൈസ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. നമ്മളല്ലെങ്കിൽ അതിനെ നമ്മുടെ ബ്രെയിന്, നമ്മുടെ തലച്ചോറിന് അനലൈസ് ചെയ്ത് നമുക്ക് അത് ബൗദ്ധിക തലത്തിൽ അംഗീകരിക്കാൻ, ഒന്ന് വിശകലനം ചെയ്യാൻ അതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഫാക്ട്സ് പുറകെ അങ്ങ് ഇട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ റീസണിങ് എബിലിറ്റി അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യും. ശ്രദ്ധിക്കണേ, ഇപ്പം നമ്മുടെ ചെവി തീരെ പതിയ ശബ്ദം കേൾക്കത്തില്ല. പൂച്ചയ്ക്കാണെങ്കിൽ വളരെ പതിയ ശബ്ദം കേൾക്കാം, നമുക്ക് ആ ശബ്ദം കേൾക്കത്തില്ല. നമുക്ക് കേൾക്കാൻ ഒരു മീഡിയം, ഒരു സൗണ്ടുണ്ട്. വലിയ ശബ്ദമാണെങ്കിലും നമുക്ക് കേൾക്കാൻ ഒക്കുകയില്ല. വലിയൊരു ശബ്ദം കേട്ടാൽ ഉടനെ ഇടിവെട്ട് പോലും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ പെട്ടെന്ന് ചെവി അങ്ങ് കൊട്ടി അടയ്ക്കും. കാര്യം ചെവി അതങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യും. ഫ്യൂസ് അടിച്ച് പോകുന്ന പോലെ ചെവി അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യും. കണ്ണാണെങ്കിലും വലിയ വെളിച്ചം വന്നാൽ പെട്ടെന്ന് കണ്ണങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. ഇതുപോലെ നമ്മുടെ റീസണിങ് എബിലിറ്റി, നമ്മുടെ ചിന്താമണ്ഡലമുണ്ടല്ലോ, ഒത്തിരി കാര്യങ്ങൾ അതിങ്ങനെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ചിന്താശേഷി, ആ തിരിച്ചറിയുന്ന കഴിവ്, അനലൈസ് ചെയ്യുന്ന, വിശകലനം ചെയ്യുന്ന കഴിവ് നമ്മളങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന നിയന്ത്രിക്കുന്ന ആളിൻ്റെ ചൊൽപ്പടിയിൽ നമ്മളങ്ങ് അകപ്പെട്ടു പോകും. അവൻ പിന്നെ എന്നാ പറഞ്ഞാലും നമ്മളങ്ങ് ചെയ്യും. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഇതാണ് മാസ് മാനിയ ഉണ്ടാക്കുക. ഇത് വലിയ ജനക്കൂട്ടത്തിലേ ചെയ്യുകയുള്ളൂ, ജനക്കൂട്ടത്തിലേ ചെയ്യാൻ കഴിയുള്ളൂ. ഇങ്ങനെയുള്ള വലിയ പരിപാടി ചെയ്യുന്ന ഒരു സഹോദരനോട് ഞാൻ ചോദിച്ചു, എൻ്റെ ബ്രദറെ, ഒരു വ്യക്തിയോട്, ചിന്താശേഷിയുള്ള, തിരിച്ചു ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ ഇന്നുവരെയെങ്കിലും സുവിശേഷം പറഞ്ഞ് ആ വ്യക്തിക്കൊന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ആദ്യം ഉണ്ടേന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു എവിടെയാണ് ചോദിച്ചു, അങ്ങനെ ഇതുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാൽ വലിയ കൂട്ടങ്ങളിൽ അദ്ദേഹം എന്തു ചെയ്യും? ആളുകളെ ഈ മാസ് മാനിയ ചെലുത്തി ആളുകളെ പിടിക്കും. പക്ഷേ വ്യക്തിപരമായി ഒരു വ്യക്തിയോട് ഒന്ന് സുവിശേഷം പറഞ്ഞു കൊടുക്കാൻ അതിന് അവരെ കൊണ്ട് കഴിയുന്നില്ല. സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഒത്തിരി കാര്യം ശരവർഷം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് ടെക്നിക്കലായിട്ടൊക്കെ തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ കൺവെൻഷനും ഒക്കെ പോയി പ്രസംഗിക്കുന്ന ഒരു ഉപദേശിയാണ്. പലപ്പോഴും വലിയ യോഗങ്ങളിൽ ചെല്ലുമ്പോൾ ഈ മൈക്ക് ഓപ്പറേറ്റേഴ്സ് വന്ന് ഈ അടുത്ത കാലത്താണ്, പണ്ടൊന്നുമില്ലായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ യോഗങ്ങളിൽ ഉച്ചഭാഷണി ഉണ്ടായിരിക്കുന്നതാണെന്ന് നോട്ടീസ് വെക്കുമായിരുന്നു. കാര്യം ഉച്ചഭാഷണി കൂടെ പറയുന്നത് കേൾക്കാനെങ്കിലും ആളുകൾ വരുമായിരുന്നു അന്ന്. ആ കാലം കഴിഞ്ഞു. ചെറിയ മൈക്കായി ചെറിയ മൈക്ക്. പിന്നെ ഒരു കാലം ഞാൻ ഓർക്കുന്നുണ്ട്, പാട്ടുകാർക്ക് നല്ല മൈക്കുണ്ട്, പ്രസംഗം വരുമ്പോൾ അത് മാറ്റും, എന്നിട്ട് ആ സഭയിലെ പഴയ മൈക്ക് എടുത്ത് വെക്കും. അങ്ങനെ ചിലപ്പം പാട്ടുകാരോട് വേഗം എടുത്ത് വെക്കാന്നൊക്കെ ഗൗരവമായി പറയുകയും അവരെടുത്ത് വെക്കുകയൊക്കെ ചെയ്ത സന്ദർഭങ്ങളൊക്കെ വേറെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതെല്ലാം അങ്ങോട്ട് മാറി ഇപ്പോൾ സിൻക്രോമഷ് മൈക്രോ കമ്പ്യൂട്ടർ കൺട്രോൾഡ് മീൻസ് മൈക്രോഫോണും ഭയങ്കര സംവിധാനമൊക്കെ ഉള്ള മീൻസ് എക്കോ മിക്സ്ചറും എന്ന് വേണ്ട എല്ലാ പരിപാടിയുമുള്ള
വലിയ സംവിധാനങ്ങളാണ്. ഇതൊന്നും അല്ല, ഇതിനേക്കാളൊക്കെ വലിയ സംവിധാനങ്ങളാണ് പലപ്പോഴും പല യോഗങ്ങളിലും. പലപ്പോഴും ചെല്ലുമ്പോൾ മൈക്ക് ഓപ്പറേറ്റേഴ്സ് വന്ന് ചോദിക്കും, ഞാനാണ് മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്, പിന്നെ എൻ്റെ കൂടെ ഈ പയ്യനുണ്ടായിരിക്കും, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകണം, ഞാൻ എൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് പോകാം, എന്താ ഞങ്ങളോടുള്ള ഇൻസ്ട്രക്ഷൻസ്? ഞാൻ പറഞ്ഞു, എന്നാ ഇൻസ്ട്രക്ഷൻസ്? അത് ഞങ്ങൾ ഒരു 12,000 മെഗാവാട്ട് ആംപിയർ അതിൻ്റെ ഔട്ട്പുട്ടുണ്ട്, അത് ചിലർക്കത് പോരെന്ന് പറയും, നമ്മളെ അത്ര കപ്പാസിറ്റി. അയ്യോ, എന്തുവാ ഈ പറയുന്നത്? ഞാൻ അവരോട് പറയും, എൻ്റെ പൊന്ന് സ്നേഹിത, ഞാൻ പറയുന്നത് അങ്ങ് പുറകെ വരെ കേൾപ്പിക്കാൻ എന്നെ കൊണ്ട് ഒക്കില്ല, തോണ്ടയില്ല. അതുകൊണ്ട് അവർക്ക് തെളിഞ്ഞ് തിരിഞ്ഞ് കേൾക്കത്തക്കതുപോലെ ഉച്ചത്തിൽ അവിടെ വരെ ആ ശബ്ദം വ്യക്തമായി എത്തിക്കണം. അത്ര മാത്രമേ എനിക്കുള്ളെന്ന് പറയും. അയ്യോ, അത് മതിയോ? എന്നിട്ട് പലപ്പോഴും എക്കോ ഓഫ് ചെയ്യുക. ഇങ്ങനെയൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു പ്രത്യേക അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ചിലപ്പോൾ ഇവർ ഈ മൈക്ക് ചെക്ക് ചെയ്യുമ്പോൾ ചെക്ക് എന്നവർ ഒന്ന് പറഞ്ഞാൽ മതി, ചെക്ക് 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യണമെന്ന് അതിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം, മെഷീനിൽ ചെയ്യാം. അത് ഏത് സ്പീഡ് ഏത് ഫ്രീക്വൻസിയിലാണെന്ന് ചെക്ക് 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 എന്ന് പറയാം. ചെക്ക് 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 അങ്ങനെ പറയും. എങ്ങനെ വേണമെങ്കിലും ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കണേ. അപ്പോൾ ആദ്യം പറഞ്ഞ ശബ്ദം തന്നെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് പുറകെ അടുത്ത് അപ്പോഴും ഈ അന്തരീക്ഷത്തിൽ ഭയങ്കര വൈബ്രേഷനായിട്ട് നമ്മുടെ ബുദ്ധി അങ്ങ് അഫലമാകും. അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ആർപ്പിടും, എന്തു വേണേലും കാണിക്കും. പിന്നെ ഒരു അനുഭൂതിയിലേക്ക് നമ്മളെ ഉയർത്തും, നമ്മൾ വേറൊരു നിലയിലേക്ക് അങ്ങാകും. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന് കൃത്രിമ പരിപാടി ഒന്നും വേണ്ട. ഇതൊക്കെ വ്യാജമാണ്. ഇതിൻ്റെ പുറകെ നിങ്ങൾ പോകരുത്. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇങ്ങനെ ഈ അനുഭൂതികൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഇപ്പോഴത്തെ ഒരു വലിയ പരിപാടിയാണ് പരിശുദ്ധാത്മാവ് തീയാണ് എന്ന് പറയുന്ന ഒരു പരിപാടി. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഇപ്പോൾ പരക്കെ കേൾക്കുന്ന പരിപാടി ഫയർ. പരിശുദ്ധാത്മാവ് തീയാണെന്ന്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, പെട്ടെന്ന് നിങ്ങൾക്ക് ഷോക്ക് ഉണ്ടാകും. കുഴപ്പമില്ല, ഷോക്ക് മാറ്റിത്തരാം. ന്യായമായ വിഷയം നിങ്ങൾക്ക് ചോദിക്കാം. വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ തീയോട് ഉപമിച്ചിട്ടില്ല, വിളക്കിനോട് ഉപമിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? തീയോട് ഉപമിച്ചിട്ടില്ല. പെട്ടെന്ന് ആളുകൾ ചോദിക്കും, പെന്തക്കോസ്ത് ദിവസം എന്തോ സംഭവിച്ചത്? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ തീനാളം പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. തീനാളമാണോ പ്രത്യക്ഷമായത്? തീനാളം പോലെ പിളർന്നിരിക്കുന്ന നാക്ക്. തീ വന്നെല്ലാവരുടെയും തലയിലിരുന്നു എന്നൊരു ചിന്തയാണ് നമുക്ക് പലപ്പോഴും. ഇല്ല, തീനാളം പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി. എന്തിനാണെന്നറിയാമോ? ഒരു പുതിയ ഭാഷ അവർക്ക് കൊടുക്കുക. അന്യഭാഷാ ഭാഷണം, ഒരു പുതിയ ഭാഷ. അവിടെ നാക്കിന്, ഞാൻ രാവിലെ പറഞ്ഞ പോലെ നാക്കിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് അങ്ങോട്ട് ഏറ്റെടുക്കുക. സ്തോത്രം. അത് അടയാളമാകേണ്ടതിനാണ് തീനാളം പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായത്. ശ്രദ്ധിച്ചേ. സ്തോത്രം. ഈ ചില ഇംഗ്ലീഷ് തർജ്ജമകളിലുമൊക്കെ ക്ലോവൻ ടങ്സ് ഓഫ് ഫയർ എന്നൊക്കെ പറയും. ആക്ച്വലി ഇറ്റ് ഈസ് എ ടങ്, നോട്ട് ഫയർ. ഗ്രീക്കിൽ നാക്ക വന്നിരുന്നെന്ന, തീ വന്നിരുന്നെന്നല്ല. പിന്നെ ആളുകൾ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം മത്തായിയുടെ സുവിശേഷത്തിൽ തീ കൊണ്ടുള്ള സ്നാനം എന്ന് പറയുന്ന ഒരു പരിപാടി. മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൻ്റെ അതിൻ്റെ 7 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേക്കാമോ? തൻ്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ട് ഉണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ
വായിക്കാം. ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമക്കാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും ചെയ്യും. ശ്രദ്ധിക്കണേ, ഇതാണ് യോഹന്നാൻ സ്നാപകൻ യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്ന വേദഭാഗമാണ് ഈ വായിച്ചത്. ഇവിടെ തീ കൊണ്ടുള്ള സ്നാനം എന്നുണ്ട്. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. പരീശന്മാരിലും ശാസ്ത്രിമാരിലും ഒത്തിരി പേര് വരുന്നത് കണ്ടപ്പോൾ, തൻ്റെ സ്നാനത്തിനായി വരുന്നത് കണ്ടപ്പോൾ പറയും, യോഹന്നാൻ, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ ഒഴിഞ്ഞോടിപ്പോകാൻ നിങ്ങൾക്ക് ഉപദേശിച്ചത് ആരാണ്? കൊള്ളാം, മാനസാന്തരപ്പെടുന്ന കൊള്ളാം, അതിന് യോഗ്യമായ ഫലം കായ്ച്ചോണം. എൻ്റെ പുറകെ ഒരാൾ വരുന്നുണ്ട്, അവൻ്റെ കയ്യിൽ കോടാലിയുണ്ട്, അത് മരത്തിൻ്റെ മൂട്ടി വെച്ചേക്കുക. നല്ല ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടി തീക്കകത്തിടും. മാത്രമല്ല അവൻ്റെ വീശും ഉറമിരിപ്പുണ്ട്, അവൻ വീശും, പാതിരും കാതിരും തിരിക്കും, പാതിര് കേടാത്ത തീക്കകത്തിടും, കോതമ്പ് കളപ്പുരയിലോട്ട് കൂട്ടിവെക്കും. അതുകൊണ്ട് സൂക്ഷിക്കുക, എൻ്റെ പിന്നാലെ വരുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. ശ്രദ്ധിക്കണേ, തീയിലുള്ള സ്നാനം എന്ന് പറയുന്നത് ന്യായവിധിയാണ്. ന്യായവിധി. പരിശുദ്ധാത്മാവിൽ സ്നാനം അത് നമുക്ക് ദൈവം അനുഭവമാക്കി തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് തൻ്റെ ശിഷ്യന്മാരോട് എൻ്റെ കർത്താവ് പറയുമ്പോൾ, പ്രവർത്തന പുസ്തകം 1:5 കർത്താവോട് പറയുമ്പോൾ, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. ശിഷ്യന്മാരോട് പറയുമ്പോൾ എന്തില്ല? തീ കൊണ്ടുള്ള സ്നാനം ഇല്ല, അവർക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനമാ. പരിശുദ്ധാത്മാവിനെ തീയോടെ ഉപമിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, വിളക്കിനോട് ഉപമിച്ചിട്ടുണ്ട്. വിളക്ക് വേറെ, തീ വേറെ. എവിടെയൊക്കെ ദൈവ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് തീ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ന്യായവിധിയെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്നുകൂടി പറയാം, ദൈവ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് തീയുടെ വെളിപ്പാട് എവിടൊക്കെ ഉണ്ടാകുന്നുണ്ടോ അവിടെയെല്ലാം അത് ന്യായവിധിയെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ മടങ്ങി വരവിൽ, വായിച്ചാട്ട് തെസ്സലോനിക്കർക്ക് 1-ാം ലേഖനം 4:17 1 Thessalonians 4:17 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഒന്ന് വായിച്ചേ. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കണ്ടോ, നമ്മൾ കർത്താവ് മേഘത്തിൽ വരും സഭയെ അങ്ങോട്ട് ചേർക്കാൻ. ഇനി 2 തെസ്സലോനി 1:6-8 വരെ വായിച്ച്. 2 തെസ്സലോനി 1:6-8 ഒരു കടലാസ് മുമ്പോട്ട് വരച്ചാൽ മതിയല്ലോ. വായിച്ചാട്ടെ. 2 തെസ്സലോനി 1:6-8 വരെ വായിച്ചോളൂ. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയെ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നിന്നല്ലോ. ശ്രദ്ധിച്ചേ, കർത്താവിന്റെ മടങ്ങി വരവിന്റെ 2 ഘട്ടങ്ങളായത്. ആദ്യത്തെ ഘട്ടം മേഘങ്ങളിൽ വന്ന് സഭയെ അങ്ങോട്ട് ചേർക്കും. ഈ വചനങ്ങളെ കൂടെ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. എന്നാൽ 2-ാം ഘട്ടം ന്യായവിധിക്കായി തൻ്റെ രാജ്യം സ്ഥാപിക്കാനായി ഇവിടെ വരുമ്പോൾ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകും. അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി പ്രതികാരം കൊടുക്കും. മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ ദൈവ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് തീയുടെ വെളിപ്പാട് പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം ന്യായവിധിയെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മോശയ്ക്ക് സീനായ് പർവ്വതത്തിൽ വെച്ച് മുൾപ്പടർപ്പിൽ അഗ്നിജ്വാലയിൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയുണ്ടായി. അഗ്നിജ്വാലയിൽ കർത്താവിൻ്റെ പ്രത്യക്ഷത ഉണ്ടായപ്പോൾ കർത്താവ് അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? കർത്താവ് പറയുന്നത് ന്യായം വിധിക്കുമെന്ന സന്ദേശമാണ് അവിടെ കൊടുക്കുന്നത്. ന്യായം വിധിക്കും. വായിച്ചാട്ട് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം, അതിൻ്റെ 20-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിച്ചേ. തീജ്വാലയിൽ പ്രത്യക്ഷനാകുന്ന സന്ദർഭത്തിൽ അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ചു കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു.
ഇനി 20-ാം വാക്യം വായിച്ചേ. 20-ാം വാക്യം വായിച്ചോ. അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ നീട്ടി മിസ്രയീമിന്റെ നടുവിൽ ചെയ്യുവാനിരിക്കുന്ന അത്ഭുതങ്ങളെ കൊണ്ടൊക്കെയും അതിനെ ദണ്ഡിപ്പിക്കും. ന്യായവിധിക്കായി ഇറങ്ങി വരുന്നിരിക്കുക കർത്താവ്. ഉൽപ്പത്തി പുസ്തകം 15-14 വാക്യം വായിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് നേരത്തെ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തതാണ്. ഉൽപ്പത്തി 15:14. ഉൽപ്പത്തി 15:14. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവരെ പീഡിപ്പിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും, ന്യായം വിധിക്കും. ന്യായം വിധിക്കാൻ ഇറങ്ങി വന്നു. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 4-ാമത്തെ വാക്യം. 7-ാം അധ്യായം 4-ാം വാക്യം 7:4. ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കയില്ല. ഞാൻ മിസ്രയീമിന്മേൽ എൻ്റെ കൈ വെച്ചു വലിയ ശിക്ഷാവിധികളാൽ എൻ്റെ ഗണങ്ങളെ, എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ തന്നെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിക്കും. അങ്ങനെ ഞാൻ എൻ്റെ കൈ മിസ്രയീമിന്മേൽ നീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് മിസ്രയീമ്യർ അറിയും. അവരെ ന്യായം വിധിക്കും. ഇനി അതിന്റെ തന്നെ 12-ാം അധ്യായത്തിന് 12-ാം വാക്യം വായിച്ചേ. 12:12. ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തു കൂടി കടന്നു മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിയൊക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ന്യായവിധിക്കായി ഇറങ്ങി വന്നപ്പോൾ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. മറക്കരുത്, ഇവിടെ നമ്മൾ തീ 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 ഫയർ 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 എന്ന് പറഞ്ഞ് എന്താ പറയണത്? വേദപുസ്തകം നിങ്ങൾ പരിശോധിക്കണം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി എന്നുള്ളത് ന്യായവിധിയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. മറക്കരുത്, വേദപുസ്തകത്തിൽ തീ ദൈവവചനത്തെയാണ് കാണിക്കുന്നത്. ദൈവവചനത്തെയാണ് തീ കാണിക്കുന്നത്. ചില വാക്യങ്ങളൊന്ന് വായിച്ചു വെച്ചാട്ടെ. ഇരമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 23-ാം അധ്യായം 29-ാമത്തെ വാക്യം. ഇരമ്യാവിൻ്റെ പുസ്തകം 23:29. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. വചനമാണ് തീ. ഇനി ഇരമ്യാവ് 5:14 വായിച്ചോ. 5:14. എത്രയോ വാക്യങ്ങൾ കിടക്കുന്നു. അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് ഇതാ ഞാൻ നിന്റെ വായിൽ എന്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകുമാക്കും. വായിൽ വചനത്തെ തീയും ഈ ജനത്തെ വിറകുമാക്കും, ഞാൻ ദഹിപ്പിച്ചു കളയും. 20:9 വായിക്കുമ്പോഴും ഇതേ ആശയം കാണാം. ഇരമ്യാവിന്റെ പുസ്തകം 20-ാം വാക്യം. ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ അത് എന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഹൃദയത്തിൽ തീ കത്തുന്നത് പോലെയാ ദൈവവചനം തീയോടാണ് ഉപമിക്കപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ തീയോട് ഉപമിച്ചിട്ടില്ല. ശ്രദ്ധിക്കണേ. സ്തോത്രം. യെരൂശലേമിലെ ദൈവാലയത്തിൽ നോക്ക്, സമാഗമന കൂടാരത്തിൽ നോക്ക്, യാഗപീഠത്തിന്മേലുള്ള തീയും നിലവിളക്കിന്മേലുള്ള ദീപവും നിങ്ങൾ നോക്ക്. ഇത് രണ്ടും രണ്ടാ. യാഗപീഠത്തിന്മേലുള്ള തീ പാപിയുടെ പാപത്തിന് ദൈവത്തിൻ്റെ പ്രായച്ചിത്തമായി ശിക്ഷാവിധി പാപിക്ക് പകരം സഹിക്കുന്ന മൃഗത്തിന്റെ മേൽ. മനസ്സിലായോ? തീ എരിയുക. അതാ യാഗപീഠത്തിങ്കിലെത്തിയ. എന്നാൽ പരിശുദ്ധാത്മനെ കാണിക്കുന്നു വിളക്ക. ശ്രദ്ധിക്കണേ. സ്തോത്രം. ആത്മാവെന്ന ദീപം എന്നാ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. ആത്മാവെന്ന ദീപം. ഇവിടെ ഫയർ ഫയർ ഫയർ. എന്തൊക്കെയാ നമ്മള് പരിശുദ്ധാത്മാവിനെ തീയോട് ഉപമിച്ചിട്ടില്ല. എനിക്കറിയാം നിങ്ങൾക്ക് ഇച്ചിരി ഷോക്ക് വരുന്നുണ്ടാകും, ഇല്ലേ? സ്തോത്രം. ന്യായമായ വിശീർണം വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചോദിക്കണം. നമ്മളിങ്ങനെ പറഞ്ഞ് സഹോദരങ്ങളെ, തീ ശക്തിയുള്ള ഒരു കാര്യം ഇങ്ങനെയൊക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഇതൊന്നും പറഞ്ഞു തുടങ്ങിയപ്പോൾ മുതലേ ഇത് പറയുന്നുണ്ട്. പല പുസ്തകങ്ങളിലും തീയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് തീയ. ഇതിൻ്റെ ഫലം എന്തായി? ഇപ്പോൾ നമ്മൾ അതൊരു വക പരിപാടിയാക്കി. ഇപ്പം പറയാം, സ്നേഹത്തിൻ്റെ തേന്മഴ, സ്നേഹത്തിൻ്റെ ചാറ്റൽ മഴ എന്നൊക്കെ പറഞ്ഞാൽ ശരി. സ്നേഹത്തിൻ്റെ ചാറ്റൽ മഴയ്ക്ക് ഒരു ചെറിയൊരു കുളിർമയുണ്ടല്ലോ, ഒരു ചെറിയ സുഖമുണ്ടല്ലോ. അതുപോലെ സ്നേഹത്തിൻ്റെ കുളിർമഴ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളതിന് എന്നാൽ കുറച്ച് കഴിയുമ്പം സ്നേഹമുണ്ടേ മഴ പെയ്യണമെന്നും, മനസ്സിലായോ? അതെ, മഴ പെയ്യുന്നു, ഇതാ സ്നേഹമെന്നും അങ്ങനെ പറയുമ്പോൾ അപകടമാകുകയല്ലേ? ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ തിരുത്താൻ ആവശ്യം വരുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. ഇത് വളരെ പഠിക്കുകയും വളരെ പ്രാർത്ഥിക്കുകയും
പല ദൈവദാസന്മാരുമായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്ത ശേഷം, സ്തോത്രം, ഞാൻ ആദ്യം ഇതൊരു ലേഖനമായി എഴുതി, പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങൾ എന്ന ലേഖനമായി എഴുതി ഗുഡ് ന്യൂസിൽ പ്രസിദ്ധപ്പെടുത്തി. എൻ്റെ സ്നേഹിതനാണ് അതിൻ്റെ എഡിറ്ററായിരിക്കുന്ന CV മാത്യു സാറ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് മാറ്റം വരുത്താതെ ഇടണം, മാറ്റം വരുത്താതെ തന്നെ അവരിടാറുള്ളൂ, മാറ്റം വരുത്താതെ ഇട്ടു എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇതിനാരെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ എന്നോട് പറയണം. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഒരു ദൈവദാസൻ അവിടെ വന്നിട്ട് പറഞ്ഞു, ഞാനതിന് ഖണ്ഡനം എഴുതുന്നുണ്ട്, തീർച്ചയായിട്ടും എഴുതണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എഴുതണമെന്ന് പറയുകയും പല പ്രാവശ്യം അദ്ദേഹത്തെ ഫോൺ ചെയ്ത് അത് എഴുതണമല്ലോ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടും ഇപ്പോൾ ഒരു 2 വർഷമെങ്കിലും കഴിഞ്ഞ്, 2 വർഷത്തിൽ കൂടുതലായി ഇന്നുവരെ ആരും ഒരു ഖണ്ഡനവും എഴുതിയിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ കൃപയാൽ ദൈവവചന സത്യങ്ങളെ അംഗീകരിക്കുന്ന നിർമ്മല ഹൃദയന്മാരായ ആളുകളാണ് നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് അവർ അതിനെ ഹൃദയപൂർവ്വം അംഗീകരിച്ചത്. പക്ഷേ ഒരു കൂട്ടം ദൈവവചനത്തിനോട് പ്രാധാന്യം കൊടുക്കാതെ തങ്ങളുടെ ഇഷ്ടം പോലെ ഇതിനെ വ്യാഖ്യാനിച്ച്, പരിശുദ്ധാത്മാവ് തീയാണ്, ചുട്ടുപൊള്ളുന്നു, ഡു യു ഫീൽ എ വാംത്ത്? ഞാൻ സാക്ഷിയായ സംഭവങ്ങളുണ്ട്, ഞാനും കൂടി നേരിട്ട് ഉൾപ്പെടേണ്ടി വന്ന സന്ദർഭങ്ങളുണ്ട്. ദുബൈയിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ വന്ന്, വലിയൊരു അറിയപ്പെടുന്ന ഒരാളാണ്, പേര് ബെനിഹിൻ, അതിനെന്താ പേര് പറഞ്ഞത് കണ്ടില്ല, വേദപുസ്തകത്തിൽ തന്നെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. യോഗം നടത്തുമ്പോൾ ഞാൻ അവിടെ ചില യോഗങ്ങൾക്ക് വേണ്ടി ചെന്ന സമയമായിരുന്നു. പകലായിരുന്നു എൻ്റെ യോഗം, അതുകൊണ്ട് വൈകിട്ടത്തെ യോഗത്തിൽ ഞാൻ ഫ്രീ ആയിരുന്നതുകൊണ്ട് ഞാൻ ആ മീറ്റിങ്ങിൽ പോയിരുന്നു. അവിടെ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, കണ്ട കാര്യം വളരെ വളരെ വേദനാജനകമായ കാര്യങ്ങളാണ്. അവിടെ ഒരു വലിയൊരു ഇൻഡോർ സ്റ്റേഡിയമുണ്ട്, എയർ കണ്ടീഷൻ ഇൻഡോർ സ്റ്റേഡിയമുണ്ട്. 16,000 പേർക്ക് ഇരിക്കാവുന്ന വലിയ ഒരു ഇൻഡോർ സ്റ്റേഡിയം ദുബൈയിലുണ്ട്. ആ സ്ഥലത്ത് വെച്ചാണ് ഈ യോഗം നടക്കുന്നത്. ഈ യോഗം നടക്കുമ്പോൾ ഞങ്ങൾ പകലത്തെ യോഗം കഴിഞ്ഞ് ഇതുപോലെ ചോദ്യോത്തര സെഷൻസ്, ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷനും എല്ലാം കഴിഞ്ഞ് ആ യോഗം തീർന്നപ്പോൾ തന്നെ അല്പം വൈകിയത് കൊണ്ട് ഞങ്ങൾ ഇനി പോയാൽ പാർക്കിങ് കിട്ടുമോ എന്നൊരു സംശയമായി. എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു നമുക്ക് പോയി നോക്കാം. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ പാർക്കിംഗ്, 16,000 പേർക്ക് ഇരിക്കാവുന്ന ഹോളായതുകൊണ്ട് അതിനനുസരിച്ച് പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. അപ്പം അവിടെ നിന്ന് വോളണ്ടിയേഴ്സ് അങ്ങ് പൊക്കും ഇവിടെങ്ങും പാർക്ക് ചെയ്യണ്ട, ഇനി ഞങ്ങളെ വളരെ അകലെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യിച്ചു. ഞങ്ങൾ വളരെ അകലെ പോയി പാർക്ക് ചെയ്തിട്ട് അതിനടുത്ത വാതിലിൽ കൂടി ഞങ്ങൾ അകത്ത് കയറി. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ 7 മണിക്ക് പ്രസംഗം തുടങ്ങുന്നത്, ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ 7:20 ഞങ്ങൾ അകത്ത് കയറിയിരുന്നു. ഇഷ്ടംപോലെ കസേരകൾ, ഈ സ്റ്റേഡിയം ആയതുകൊണ്ട് ചുറ്റും ഗാലറികളിൽ കൂടുതൽ ആളിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ നടുക്കുള്ള തളത്തിൽ ഇട്ടിരിക്കുന്ന കസേരകളിലെല്ലാം സ്തോത്രകാഴ്ച പാത്രങ്ങൾ വെച്ച് അവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ അധികം ആളുകളെ ഇരുത്തുന്നില്ല, എല്ലാവരും അവിടെ മുകളിലിരിക്കുക. ഇഷ്ടംപോലെ ആളുകൾ, 16,000 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയമല്ലേ, ഇഷ്ടംപോലെ ആളുകൾ ആ സ്റ്റേഡിയത്തിൽ മുകളിലിരിപ്പുണ്ട്. ഞങ്ങളും അവിടെ ചെന്ന് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞു 8 മണിയായപ്പോൾ ഈ സെക്യൂരിറ്റി കാരണങ്ങളാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വാതിലെല്ലാം അടച്ചു. 8 മണിയായപ്പോൾ അദ്ദേഹം വന്നിട്ട് ദൈവത്തിന് സ്തോത്രമെന്നോ വന്നവർക്കൊരു വന്ദനമോ പറയുന്നതിന് മുമ്പ് അദ്ദേഹം ആദ്യം പറഞ്ഞ വാചകം ഇതാ, യു നോ വൈ ദി സർവീസ് ഇസ് ഡിലേഡ് ബൈ 1 hour? നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ട് ഈ യോഗം 1 മണിക്കൂർ വൈകിയെന്ന്? See, we were going round and round the building to gain entry inside, but we couldn't get in because all the doors are thronged by thousands. The preacher could not get in, that too in Dubai. The preacher going around the building for 1 hour to get inside. You are lucky to have a seat inside here. Thousands are thronging the doors. 16,000 strong an audience is inside here. ഞാൻ മൂക്കത്ത് വിരൽ വെച്ച് പോയി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഈ കാതുകൾ കൊണ്ട് കേട്ട കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ഇത്രയും വലിയ സ്റ്റേഡിയമല്ലേ, ചില ഭാഗങ്ങളിൽ ആൾ കൂടുതലുണ്ട്, ചില ഭാഗങ്ങൾ കുറവുണ്ട്. ശ്രദ്ധിക്കണേ, അവിടെ അതല്ലേ പറഞ്ഞു വന്നത്. കുറച്ച് കഴിഞ്ഞു അദ്ദേഹം തൻ്റെ കുറച്ച് സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹത്തെ യേശു തിരഞ്ഞെടുത്തെന്നും ഒരു പൂവ്, ഈ പൂവിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് എടുത്തെന്നും. അത് അങ്ങോട്ടേക്ക് ഞാൻ പോകണില്ല, എൻ്റെ ഈ ഭാഗത്തന്നെ നിന്നോട്ടെ. എന്നിട്ട് ഇപ്പോൾ ഇനി ആരും മിണ്ടരുത്, ഇതൊരു പ്രത്യേക സമയമാണ്. വലിയ കളർ ബൾബുകൾ കത്തുകയും ചിമ്മുകയും ഒക്കെ ചെയ്യുന്നു, ഈ വലിയ ക്ലബ്ബുകളിലൊക്കെ നടക്കുന്നത് പോലെ. അത് കഴിഞ്ഞു. ആരും മിണ്ടരുത്. ദിസ് ഈസ് എ സ്പെഷ്യൽ ടൈം. Nobody should utter a word. ആരും ഒരു വാക്കും പറയരുത്.
എന്തിനു മോന് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മ നിങ്ങളെ സ്പർശിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ശരീരത്തിൽ മൂക്കിൻ്റെ അറ്റത്തൊരു ചൂട് തോന്നുന്നു. ആ ചൂട് പതിയെ ചുണ്ടിലേക്ക് വ്യാപരിക്കുന്നു. നിങ്ങളെ 2 ചുണ്ടുകളും ചുടിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ചെവി ചുടിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കത് വിരലിൻ്റെ അറ്റങ്ങളിൽ ഫീൽ ചെയ്തേ 10 വിരലിൻ്റെയും കൈയുടെ 10 വിരലും ചുടിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കത് പുറത്തിൻ്റെ നടുക്ക് ഫീൽ ചെയ്ത് മിഡിൽ ഓഫ് ദ ബാക്ക്, പുറത്തിൻ്റെ നടുക്ക്. ഇപ്പോൾ നിങ്ങളുടെ ശരീരമാസകലം വ്യാപരി. That's the Holy Spirit. That's the Holy Spirit. The Holy Spirit is touching you. അപ്പോഴേക്കും അവിടെ ഇവിടെ നിന്നുള്ള തേങ്ങലുകൾ ഉയരാൻ തുടങ്ങി. ആളുകൾ തേങ്ങലുകൾ ഉയരാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് വരുമ്പോൾ തീക്കകത്തിട്ട പോലുള്ള അനുഭവം ഉണ്ടാകുമെന്നും പറഞ്ഞ് ഇങ്ങനെ തീയിലിട്ടതാണ്, തീയാണ് എന്നൊരു അനുഭൂതിയും ഉണ്ടാക്കി തീർത്ത് ആളുകളെ ഒരു മാസ്മര ലോകത്തിലേക്ക് കൊണ്ടുപോയി എന്തൊക്കെയോ അവിടെ സംഭവിക്കുന്നു എന്ന് വരുത്തി കൂട്ടുന്ന ഒരു പരിപാടി. ഇത് വേദപുസ്തകപരമല്ല. നിങ്ങൾക്ക് ന്യായമായ വിശദീകരണമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. സ്തോത്രം. ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, ഞാൻ മുൻപോട്ട് പോയിക്കൊള്ളട്ടെ. പരിശുദ്ധാത്മാവിനെ എന്നിട്ട് ഉപദേശം കൊണ്ട് തെറ്റി പോകുന്നത് അടുത്തടുത്ത് ഇപ്പം എന്ത് സംഭവിക്കുന്നു എന്നറിയാമോ? നമ്മുടെ ഇടയിൽ തന്നെ എന്തോ ഒരു പാട്ടാ. പരിശുദ്ധാത്മാവാകുന്ന തീ കത്തിയാൽ നമ്മളിലെ അശുദ്ധിയെല്ലാം പോകുമെന്ന്. പരിശുദ്ധാത്മാവാകുന്ന തീ കത്തിയാൽ നമ്മളിലെ അശുദ്ധി പോകും. ശ്രദ്ധിക്കണേ, റോമർ 15:15 ഇങ്ങനെയുണ്ട്: പരിശുദ്ധ ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട പ്രസാദകരമാകുവാൻ. പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കുന്ന ആത്മാവാണ്. പാപം പോക്കുന്നത് പരിശുദ്ധാത്മാവല്ല, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പറഞ്ഞ് ഉപേക്ഷിക്കാതെ യേശുവിൻ്റെ പ്രായശ്ചിത്ത മരണത്തിൽ ആശ്രയിക്കാതെ ഒരു പാപവും ക്ഷമിക്കപ്പെടുന്നില്ല. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. പരിശുദ്ധാത്മാവാകുന്ന തീ കത്തിയാൽ നമ്മളിലെ അശുദ്ധി പോകുമെന്നുള്ളൊരാശയം. അതുകൊണ്ട് വരിക, ആഴ്ചയിൽ 6 ദിവസം തോന്നിയ പോലെ ജീവിക്കാം. ഇഷ്ടം പോലെ ലൗകിക വ്യാപാരങ്ങളിൽ ഇഷ്ടം പോലെ കള്ളക്കച്ചവടവും ചെയ്യാം, ബ്ലേഡ് കമ്പനിയും നടത്താം, സർവത്ര കൈക്കൂലിയും മേടിക്കാം, എല്ലാം വേണ്ടാത്ത ഇടപാടും ചെയ്യാം. ഞായറാഴ്ച രാവിലെ ഇവിടോട്ട് വന്ന് ഓർഗൻ്റെ അകമ്പടിയോടുകൂടി കുറേ സമയം ഒരു വൈകാരിക തലങ്ങളിലേക്ക് ഉയർന്ന് കുറേ സമയം ഉണ്ടാക്കിയതോ ഉള്ളതോ ആയ അന്യഭാഷ കുറച്ച് സമയം പറഞ്ഞ് ദൈവസന്നിധിയിൽ നൃത്തം ചെയ്ത് തുള്ളിച്ചാടി ആഘോഷിച്ച് കഴിയുമ്പോൾ ആ തീ നമ്മളിൽ കത്തി. അതുകൊണ്ട് എല്ലാ അശുദ്ധിയും പോയി. കുറേ കഴിയുമ്പോൾ ഇപ്പോൾ പാട്ടുകാർ പാടുന്ന പാട്ടല്ലേ, അഗ്നി എന്നിൽ കത്തട്ടെ, അശുദ്ധിയെല്ലാം ചാമ്പലാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എനിക്കറിയാം എൻ്റെ അടുത്ത് ഭയങ്കര അരീക്ഷം തോന്നുന്നുണ്ടാകും. നിങ്ങൾക്ക് ചെരുപ്പെറിയാമായിരുന്നെങ്കിൽ ഇപ്പോൾ എറിഞ്ഞേനെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, ഞാനീ പറയുന്നതിനെ തൻ്റെ ഇടത്തോടെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വിശദീകരിക്കാനോ ഖണ്ഡിക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഖണ്ഡിക്കാം. നിങ്ങൾ ദൈവവചനത്തിൻ്റെ ആധികാരികതയിൽ ഹൃദയപൂർവ്വം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങൾ പറയാം. ഒരു ദൈവദാസൻ, അദ്ദേഹം വന്നു, നേരത്തെ കൂട്ടി ചില അറേഞ്ച്മെന്റ് അദ്ദേഹം ചെയ്തിരുന്നു. എന്നിട്ട് മേശമേൽ ഒരു ഗ്ലാസ് അദ്ദേഹത്തിന് കുടിക്കാനായിട്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്ലാസ്സിൽ ഒരു നല്ല തെളിഞ്ഞ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. കണ്ടോന്ന് ചോദിച്ചു. കണ്ടു. നല്ലത്. എന്നിട്ട് അദ്ദേഹം പണ്ടാണ്, കുറച്ച് നാൾ മുമ്പാണ്, അന്ന് ഈ ഫില്ലറിൽ മഷി ഒഴിക്കുന്ന പേനായ വേഗം അദ്ദേഹം പേന എടുത്തു. എന്നിട്ട് ഫില്ലർ പ്രസ് ചെയ്ത് ഒരു തുള്ളി മഷി ഈ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഒഴിച്ചു. ആ മഷി വെള്ളത്തിനകത്തെല്ലാം അങ്ങ് വ്യാപിച്ചു. എന്നിട്ട് അദ്ദേഹം കണ്ടോ, ഈ വെള്ളം അഴുക്കായി. കണ്ടോ, തെളിഞ്ഞ ശുദ്ധമായ വെള്ളം ഇപ്പോൾ മഷി വീണ് അശുദ്ധമായി. എന്നിട്ട് അദ്ദേഹം പ്രത്യേകം കൊണ്ടുവന്ന് വെച്ചിരുന്ന ഒരു ബക്കറ്റ് എടുത്ത് അവിടോട്ട് വെച്ചിട്ട് മേശമേൽ വെച്ചിട്ട് ഈ മഷി പിടിച്ച വെള്ളമുള്ള ഈ ഗ്ലാസ് ആ ബക്കറ്റിനകത്തോട്ട് വെച്ചിട്ട് ഒരു ജഗ്ഗിൽ നിന്ന് വെള്ളമെടുത്ത് ഉയർത്തി ഇങ്ങനെ ഒഴിച്ചു. ഈ ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ചു.
കുറേ സമയം ഗ്ലാസ്സിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ ആ ഗ്ലാസ് പൊക്കി ഇങ്ങനെ പിടിച്ചു. അപ്പോൾ ആ മഷിവെള്ളം എല്ലാം പോയി തെളിഞ്ഞ വെള്ളം അതിൽ നിറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ആ പരിശുദ്ധാത്മാവാകുന്ന നദി നമ്മളിലേക്ക് ഇങ്ങോട്ട് അങ്ങ് ഒഴുകിയാൽ നമ്മളിലെ സകല അശുദ്ധിയും അങ്ങ് മാറുമെന്ന്. ശുദ്ധ അബദ്ധം, വേദവിപരീതം. നിങ്ങൾ എത്ര അന്യഭാഷ പറഞ്ഞാലും തെറ്റ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ദൈവം ക്ഷമിക്കുകയില്ല. പരിശുദ്ധാത്മാവ് തീയാണെന്നും തീ ശുദ്ധീകരിക്കുന്നതാണെന്നും തീ ശുദ്ധീകരിക്കുന്നത് കൊണ്ട് കുറേ സമയം അന്യഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുമെന്നും ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ ആശയങ്ങൾ ദൈവസഭയിൽ പ്രചരിക്കുന്നു. ഇത് അപകടമാണ്. ഫയർ ആ ഫയർ, ഈ ഫയർ കോൺഫറൻസ്. ഒരു കാലത്ത് ഇവിടെ മുഴുവൻ ഫയർ കോൺഫറൻസ് ആയിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ദൈവദാസൻ ഇവിടെ വന്ന് ഇവാഞ്ചലിസം ബൈ ഫയർ എന്നും പറഞ്ഞൊരു പരിപാടി, അതാണ് ഇതിൻ്റെ തുടക്കം. സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, ഈ സായിപ്പ് വന്ന് എന്നാ പറഞ്ഞാലും വിഴുങ്ങരുത്. സായിപ്പെന്നല്ല, പി.ടി. തോമസ് വന്ന് എന്താ പറഞ്ഞാലും വിഴുങ്ങരുത്. ആര് വന്നു വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബെരോവയിലുള്ളവരെ പോലെ പരിശോധിച്ചിട്ട് ഈ പുസ്തകം അംഗീകരിക്കുന്നത് മാത്രമേ എടുക്കാൻ നമുക്ക് പ്രമാണമുള്ളൂ. ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ശോധന ചെയ്യണം. അദ്ദേഹം വന്ന് പറഞ്ഞു, ഇവാഞ്ചലിസം ബൈ ഫയർ. അത് എന്തൊക്കെയാ പ്രസംഗിച്ചത്? യേശു ക്രിസ്തു കാൽവറിയിൽ ഭയങ്കര ഗുസ്തിയായിരുന്നു. ഭയങ്കര ഉണ്ടപ്പെടുത്തം, പീശാചുമായിട്ട് ഭയങ്കര ഉണ്ടപ്പെടുത്തം. അവസാനം കർത്താവ് അവൻ്റെ സഹായത്തിലൊന്നു അവനെ മാലത്തി അടിച്ച് അവനെ കീഴ്പ്പെടുത്തി. കീഴ്പ്പെടുത്തി കഴിഞ്ഞ് കർത്താവ് വന്ന് അവിടെ തപ്പുക. ഉയർത്തെഴുന്നേറ്റ് വന്ന് അവിടെ തപ്പുക. ആ യുദ്ധം നടന്ന രംഗം തപ്പുമ്പോൾ എന്തിനാ തപ്പുന്നേ? മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ മറ്റവൻ്റെ കയ്യിൽ നിന്ന് ഇവിടെ വീണിട്ടുണ്ട്, അത് എടുക്കുക. ഓർക്കുന്നുണ്ടോ? അതെടുത്തു. ഏറ്റവും ഹിറ്റ് പ്രസംഗമായിരുന്നെന്നും അയ്യോ എന്നൊരു ഉണർവായിരുന്നെന്നും സമയം പോയെന്നായിരിക്കും പറയുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ വരണേ സഹോദരങ്ങളെ, ശ്രദ്ധിക്കണേ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, വേദപുസ്തകം പറയുന്നത് അങ്ങനെയൊന്നും അല്ല. കാൽവറി കുരിശിന്മേൽ വെച്ച് അവൻ ജയോത്സവം കൊണ്ടാടി വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധം വർഗം വെപ്പിച്ചു. ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഹല്ലേലൂയാ. മറന്നു പോകരുത്. ഹല്ലേലൂയാ. ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്നൊക്കെ പറയുന്നു. ഒക്കെ വലിയ മാർമികമായ അർത്ഥമുള്ള കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. ശ്രദ്ധിക്കണേ, നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ ആദാമ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ കടച്ചീട്ട് കീറിക്കളഞ്ഞെന്ന് പറയാം. സ്തോത്രം. ആദാമ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ കടച്ചീട്ട് കീറി, അതുമായി ബന്ധപ്പെട്ടതാ. അതായത് ഈ പ്രാചീന ലോകത്തിൽ പൗലോസ് ശ്ലീഹ ഒക്കെ ഇത് എഴുതുന്ന ആ 1-ാം നൂറ്റാണ്ടിലെ ആ ഘട്ടത്തിൽ ഇപ്പം ഈ പ്രോമിസറി നോട്ടുകളൊക്കെ എഴുതിക്കൊണ്ട്, ഇപ്പം ഞാൻ ഈ പാസ്റ്ററുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ വായ്പ മേടിച്ചു എന്ന് വിചാരിക്കുക. ഈ 1 ലക്ഷം രൂപ വായ്പ മേടിക്കുമ്പോൾ അന്നത്തെ കാലത്താണെങ്കിൽ രൂപയുടെ ഒക്കെ അനക്രോണിസം ഒക്കെ ഉണ്ട്, അതിനകത്ത് പോട്ടെ, സാരമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം വായ്പ വാങ്ങിച്ചപ്പോൾ ഞാനൊരു പ്രോമിസറി നോട്ട് എഴുതി കൊടുത്തു. അത് എഴുതി കൊടുക്കുന്നത് തുകൽ ചുരുളുകളിലാണ് എഴുതി കൊടുക്കുന്നത്. തുകൽ ചുരുളിൽ ഞാൻ പ്രോമിസറി നോട്ട് എഴുതി കൊടുത്തു. ഇത്ര നാളിനകം ഇത്ര ഗഡുക്കളായി എങ്കിലും ഞാൻ അത് തന്നു തീർത്തു കൊള്ളാം, ഇല്ലെങ്കിൽ എൻ്റെ ഇന്ന സ്വത്ത് നിങ്ങൾക്ക് അത് പിടിച്ചെടുക്കുവാനുള്ള അധികാരമുണ്ട് എന്നെല്ലാം ഞാൻ എഴുതി കൊടുത്തു. അത് മുദ്ര വെച്ച് കൊടുത്തു. നിശ്ചിത സമയത്ത് ഞാൻ ആ പണം കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹം ആ കടച്ചീട്ട്, അതാണ് കടച്ചീട്ട്, ആ കടച്ചീട്ടിങ് തരണം. ഈ കടച്ചീട്ടിങ് തന്നു കഴിയുമ്പോൾ സാക്ഷികൾ സന്നിഹിതരായിരിക്കും. ഈ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഒരു തടിക്കഷണത്തിലോട്ട് ഈ തുകൽ ചുരുൾ അങ്ങോട്ട് വെക്കും. തുകൽ ചുരുൾ അങ്ങോട്ട് വെച്ചിട്ട് അതിലോട്ട് ഒരാണി അങ്ങ് അടിക്കും. ആണി അടിച്ച് ഈ തടിയിലോട്ട് ചേർക്കും. ഈ തടിയിലോട്ട് വെച്ച തുകച്ചുരുൾ ഒരാണി കൊണ്ട് അടിച്ച് ഈ തടിയിലോട്ട് ഈ തുകൽ ചുരുൾ അടിച്ചു ചേർക്കും. എന്നിട്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഈ തുകൽ ചുരുൾ കടച്ചിട്ട് പറിച്ചിങ്ങെടുക്കും.
പറിച്ചിങ് എടുത്തു കഴിഞ്ഞാൽ നിവർക്കുമ്പോൾ അത് മുഴുവൻ ഓട്ടയാണ്. പിന്നെ അതിന് ഒരു വിലയുമില്ല, ഒരു വിലയുമില്ല. ഈ പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രൂസിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. സഹോദരങ്ങളെ, സ്തോത്രം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന രക്ഷയുടെ ശ്രേഷ്ഠത എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാമോ? എത്ര വലുതാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത്. ഈ രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് ഈ ഈ ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് തിരിയുന്നത് കൊണ്ടോ ചില വസ്തുതകൾ വിശ്വസിക്കുന്നത് കൊണ്ടോ നമ്മൾ രക്ഷിക്കപ്പെടുന്നില്ല. മറന്നു പോകരുത്. ചില കർമ്മങ്ങൾക്ക് വിധേയപ്പെട്ടത് കൊണ്ടും നമ്മൾ രക്ഷിക്കപ്പെടുന്നില്ല. നമ്മൾ മറന്നു പോകരുത്. നമ്മൾ രക്ഷിക്കപ്പെടുന്നത് യേശുവിൻ്റെ മരണത്തോട് ഏകീഭവിക്കുമ്പോഴാണ്. ഞാൻ ഒന്നും കൂടി വ്യക്തമാക്കി തരാം. നമ്മുടെ പാപം നമ്മളൊരു ക്ഷമിക്കുന്നു എന്ന് പറയുന്നത് രക്ഷയുടെ 2ാം ഘട്ടത്തിലാണ്. രക്ഷയുടെ 1ാം ഘട്ടത്തിൽ നമ്മുടെ പാപം ക്ഷമിക്കുന്നു എന്നല്ല തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. 7 പ്രയോഗങ്ങൾ രക്ഷയുമായി ബന്ധപ്പെട്ട് 1ാം ഘട്ടത്തിൽ തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. ഞാൻ വേഗം ഒന്ന് പറഞ്ഞേക്കാം. പാപമോചനം, പാപപരിഹാരം, പാപത്തിന് നീക്കുപോക്ക്, പാപത്തിന് പ്രായശ്ചിത്തം, പാപം രക്തത്താൽ മായിച്ചു കളയുന്നു. 6 പാപത്തിൽ നിന്ന് വില കൊടുത്ത് വീണ്ടെടുക്കുന്നു. 7 പാപിക്ക് പകരം മറുവിലയായിത്തീരുന്നു. 7 പ്രയോഗങ്ങളാണ് രക്ഷയുമായി ബന്ധപ്പെട്ട് രക്ഷയുടെ 1ാം ഘട്ടത്തിൽ ദൈവം നമ്മുടെ പാപത്തെ കൈകാര്യം ചെയ്ത വിധം വിശദീകരിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നും കൂടി പറയാം. പാപമോചനം, നമ്മളെ മോചിപ്പിച്ചു. 2 പാപത്തിന് പരിഹാരം വരുത്തി. പാപത്തെ അങ്ങ് ഓവർലുക്ക് ചെയ്യുകയല്ല, അതിനെ അങ്ങ് കണ്ണടച്ച് തള്ളുകയല്ല, അതിനെ പരിഹരിക്കുകയാണ്. 3 പാപത്തിന് നീക്കുപോക്കുണ്ടാക്കി. 4 പാപത്തിന് പ്രായശ്ചിത്തം വരുത്തി. 5 പാപം മായിച്ചു കളഞ്ഞു. 6 പാപത്തിൽ നിന്ന് വില കൊടുത്തു വീണ്ടെടുത്തു. 7 പാപിക്ക് പകരം കർത്താവ് മറുവിലയായി ഏൽപ്പിക്കപ്പെട്ടു. ഈ 7 പ്രയോഗങ്ങളാണ് തിരുവെഴുത്തിലുള്ളത്. മറക്കരുത്. അതുകൊണ്ട് നാം അവൻ്റെ മരണത്തോട് ഏകീഭവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പാപം പരിഹരിക്കപ്പെടുന്നുള്ളൂ. പാപത്തിന് പ്രായശ്ചിത്തം വരുത്തിയത് നമ്മൾ അനുഭവിക്കുന്നുള്ളൂ. അല്ലാതെ ഒരിടത്ത് പോയി കൂട്ടത്തിൽ ഒരു പാട്ടും പാടി ഒരാവേശം കാണിച്ചു, അല്ലെങ്കിൽ ഒരു അനുഭൂതിക്ക് വിധേയപ്പെട്ടു, ഒന്ന് ബോധം കെട്ട് മറിഞ്ഞു വീണു, ഇനി മുതൽ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു, സ്നാനപ്പെട്ടു, അവിടെ കൂടെ കൂട്ടത്തിൽ കൂടി. അങ്ങനെ കൂടിയത് കൊണ്ട് നിത്യജീവൻ ഓഹരിക്കാരനോ ഓഹരിക്കാരിയോ ആകുന്നില്ല. നമ്മുടെ പാപം പരിഹരിച്ച ദൈവകൃപയോർത്ത് ഹല്ലേലൂയ, ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതിന് പകരം പാപം പരിഹരിക്കാൻ ഇച്ചിരി നേരം അന്യഭാഷ പറഞ്ഞാൽ മതി എന്ന നിലയിലേക്ക് നമ്മൾ തരം താണല്ലോ എന്നോർത്ത് ഞാൻ ദുഃഖിക്കുന്നു. മനസ്സിലാവുന്നത് വിശ്വസിക്കട്ടെ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ തീയോട് ഉപമിച്ചിട്ടില്ല, വിളക്കിനോട് ഉപമിച്ചിട്ടുണ്ട്. ഇനി പരിശുദ്ധാത്മാവ് ചെയ്യുന്ന അടുത്ത കാര്യം, നേരം പോയല്ലോ, പരിശുദ്ധാത്മാവിനെ ജീവജല നദിയോട് ഉപമിച്ചിട്ടുണ്ട്. ജീവജല നദി പരിശുദ്ധാത്മാവിനെ ജീവജല നദിയോട് ഉപമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ പ്രവാചകനെ 1000 മുഴം വീതം അളന്ന് നദിയിലേക്ക് ഇറങ്ങുമാറാക്കുന്ന രംഗം നമുക്കറിയാം. നദിയിലേക്ക് ഇറങ്ങുമാറാക്കി. ആ ഇറങ്ങുന്നത് ശ്രദ്ധിക്കണേ, അല്ല തെരയടിച്ച് ഇങ്ങോട്ട് വന്ന് വലിച്ചോണ്ട് പോവല്ല, അവൻ ഇറങ്ങിച്ചെല്ലണം. അതാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ നാം ബോധപൂർവം സ്വമേധയാ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. ഞാൻ പകൽ നിങ്ങളോട് പറഞ്ഞു, പരിശുദ്ധാത്മ ബാധിക്കുകയില്ല, അഭിഷേകം ചെയ്യുകയുള്ളൂ എന്ന് ഞാൻ പകൽ നിങ്ങളോട് പറയുകയുണ്ടായി. മറക്കല്ലേ. അങ്ങോട്ട് 1000 മുഴം അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുമ്പോൾ ആദ്യത്തെ 1000 മുഴം ചെന്നപ്പോൾ നരിയാണിയോളമായി പരിശുദ്ധാത്മാവിനാൽ ഒരുവൻ അനുഭവിക്കുന്ന വിവിധങ്ങളായ ആത്മീക അനുഭവങ്ങളെയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ഇത് ചരിത്രപരമായിട്ടുള്ള കാര്യമായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ശ്രദ്ധിക്കണേ, സ്തോത്രം, ഇത് യഥാർത്ഥമായി അത് ഒരു വ്യക്തി ഈ നദിയിലോട്ട് ഇറങ്ങുകയാണ്.
ആദ്യത്തെ 1000 മുഴം വളർന്നപ്പോൾ നെരിയാണിയോളമായി. ഈ നെരിയാണി എന്ന് പറയുന്നത് ഭൂമിക്ക് സമാന്തരമായി ഭൂമിയോട് പറ്റിച്ചേർന്നിരിക്കുന്ന അവൻ്റെ കാൽപാദം, ആ കാൽപാദത്തിൽ നിന്ന് മുകളിലോട്ട് തിരിയുന്ന പോയിൻ്റാണ് നെരിയാണി. മുകളിലോട്ട് തിരിയുന്ന പോയിൻ്റാ. നോക്കണേ, ലോകത്തോട് അനുരൂപപ്പെട്ട് ലോകത്തോട് ബന്ധപ്പെട്ട് മറ്റു ലോക മനുഷ്യരെ പോലെ ലൗകിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ഈ ലോകമാണ് വലുത്, ആത്മീയകാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ലോകത്തിലെ കാര്യം നന്നായി നടക്കാനുള്ള ഉപാധിയായിട്ടാണ് ആത്മീയതയെ കാണുന്നത്. പ്രാർത്ഥിക്കുന്നുണ്ട് കാര്യം സാധിക്കാൻ, ആരാധിക്കുന്നുണ്ട് വിടുതൽ കിട്ടാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ലോകത്തോട് ചേർന്ന് നടക്കുന്നൊരു വ്യക്തി, അതിൽ നിന്ന് യഥാർത്ഥ മാനസാന്തരമുണ്ടായി. ഈ മാനസാന്തരം എന്നാൽ ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് തിരിയുന്നതല്ല മാനസാന്തരം. മാനസാന്തരം സ്വയത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിയുന്നതാണ്. അത് മറന്നു പോകരുത്. താൽക്കാലികമായതിൽ നിന്ന് നിത്യമായതിലേക്ക് തിരിയുന്നതാണ്. ലൗകികമായതിൽ നിന്ന് സ്വർഗീയമായതിലേക്ക് തിരിയുന്നതാണ്. ജഡികമായതിൽ നിന്ന് ആത്മീയമായതിലേക്ക് തിരിയുന്നതാണ്. അതാണ് യഥാർത്ഥ മാനസാന്തരം. വിശദീകരണത്തിൽ നിൽക്കുന്നില്ല, മുമ്പോട്ട് പോട്ടെ. നെരിയാണിയോളമായി. അടുത്ത 1000 മുഴം വളർന്നപ്പോൾ മുട്ടോളമായി. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാനുഭവത്തെയും വിനയത്തെയും കാണിക്കുന്നു. താഴ്മയെയും സമർപ്പണത്തെയും വിനയത്തെയും പ്രാർത്ഥനയെയും കാണിക്കുന്നു. മനസ്സിലായല്ലോ? അതാണ് മുട്ടിൻ്റെ അനുഭവം. അടുത്തത് അരയോളമായി. അടുത്ത അനുഭവം അരകെട്ടി ശുശ്രൂഷിക്കുന്ന, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന അനുഭവം. 2 ജനിപ്പിക്കുന്ന അവസ്ഥയെ കാണിക്കുന്നു. മറ്റ് ദൈവമക്കൾക്ക് ജന്മം കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ സുവിശേഷം പ്രസംഗിക്കുന്ന ആ ശുശ്രൂഷകൻ എന്നുള്ള സ്ഥിതിയിലേക്ക് അവൻ വരുന്നു. ജനിപ്പിക്കുന്ന അവസ്ഥയെ കാണിക്കുന്നു. അതും കഴിഞ്ഞു അടുത്ത 1000 മുഴം വളക്കുമ്പോൾ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വലിയൊരു നദിയായി ഇപ്പോൾ ആള് നീന്തുകയാ. നീന്തുന്ന ഒരുവന്റെ അനുഭവം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നീന്തുമ്പോൾ കാല് തറയിലല്ല. ഇതാണ് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കണേ, നാം ലൗകികമായതിൽ നാം സ്വതന്ത്രരായി. മാത്രമല്ല, ഇവൻ്റെ ശരീരം മുഴുവൻ വെള്ളത്തിൽ മറഞ്ഞിരിക്കുക. വെള്ളത്തിൽ മറഞ്ഞ് തല മാത്രം ഉയർത്തിപ്പിടിച്ചോണ്ട് പോവുക. തലയായ കർത്താവിനെ മാത്രം ഉയർത്തിക്കൊണ്ട്, ക്രിസ്തുവിനെ മാത്രം ഉയർത്തിക്കൊണ്ട്, ഞാൻ കുറയണം അവനോ വളരണം, ഞാൻ ഏതുമില്ല അവൻ എനിക്കെല്ലാമെല്ലാമാണ്, അവനാണ് എൻ്റെ ശിരസ്, അവനാണ് എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞ് കർത്താവിനെ ഉയർത്തിക്കൊണ്ട് ജീവിക്കുന്ന അനുഭവമാണ്. ഹല്ലേലൂയ. ഇതായിരിക്കണം ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ. ഒരു പ്രത്യേക കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. സ്തോത്രം. ഈ ഭൂമി സകലത്തെയും തന്നിലേക്ക് ആകർഷിക്കുന്നു, താഴോട്ട് ആകർഷിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, വെള്ളം എല്ലാറ്റെയും മുകളിലോട്ട് തള്ളുകയാ. ഭൂമി എല്ലാറ്റെയും തന്നിലേക്ക് തന്നെ താഴോട്ട് വലിക്കുമ്പോൾ വെള്ളം മുകളിലോട്ട്. അതാണ് പ്ലവന നിയമം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വെള്ളത്തിൽ ഒരു വലിയ തടി അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ അതിന് ഭാരം തോന്നുകയല്ല. നോക്കണേ, ഈ പ്ലവനം ഇതുപോലെ പരിശുദ്ധാത്മാവാകുന്ന നദിയിലിറങ്ങുന്ന ഒരു ദൈവ പൈതൽ വരുവാനുള്ളതിനെക്കുറിച്ച്, നിത്യമായതിനെക്കുറിച്ച്, ആത്മീയമായതിനെക്കുറിച്ചുള്ള താല്പര്യമുള്ളവനാകും. അവൻ ലൗകികതയിൽ നിന്ന് സ്വതന്ത്രനാകും. അവൻ എങ്ങനെയും ഇവിടെ കേമനാകാനല്ല നോക്കുന്നത്, ഇവിടുത്തെ ബിസിനസ് വളർച്ചയല്ല അവൻ നോക്കുന്നത്, ഇവിടെ ഉയരുന്നതല്ല അവൻ നോക്കുന്നത്, ഇവിടെ കസേര പിടിക്കുന്നതല്ല അവൻ നോക്കുന്നത്. അവൻ വരുവാനുള്ളതാണ് അവന് പ്രധാനമായി ിരിക്കുന്നത്. ലൗകികതയിൽ നിന്നും ആത്മീയതയിലേക്കുള്ള ഉയർച്ചയാണ് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ശുശ്രൂഷ. അതിനു പകരം പരിശുദ്ധാത്മാവിനെ ഇവിടെയുള്ള കാര്യസാധ്യത്തിനുള്ള ഒരു ഉപാധിയായി മാത്രം അധപ്പതിപ്പിക്കുന്ന, നോക്കണേ, പരിശുദ്ധാത്മാവിനെ ആകെ കൂടെ ചെയ്യാനുള്ള ശുശ്രൂഷ രോഗം സൗഖ്യമാക്കുക, ഭൂതത്തെ ഇറക്കി വിടുക, ശാപം പൊട്ടിച്ചു വിടുക, ബിസിനസ്സിൻ്റെ തകർച്ച മാറ്റുക, കൊച്ചുങ്ങളുടെ വിദ്യാഭ്യാസം ശരിയാക്കുക, കുഞ്ഞുങ്ങളുടെ കല്യാണം നടത്തുക എന്ന് വേണ്ട. മാത്രമല്ല പിന്നെ വീട് പണിയുടെ കാര്യം ശരിയാക്കുക. ഇതിനുള്ള ഓരോ നടപടികളായി, ഇതിനുള്ള പരിപാടികളായിട്ടാണ് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയെ
നമ്മുടെ ഇടയിൽ അധപ്പതിപ്പിച്ചിരിക്കുന്നത്. അതിനുള്ള ഓരോ നടപടികളാണ് നമ്മുടെ യോഗങ്ങളിൽ അരങ്ങേറുന്നത്. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, അങ്ങനെയുള്ള വ്യാജങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞിരുന്നു കൊള്ളണം. ലോകത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് ലൗകികന്മാരായി ജഡികന്മാരായി നിത്യനാശത്തിലേക്ക് പോകുവാൻ ഒരിക്കലും ഇടയായിത്തീരരുത്. സ്തോത്രം. ഞാൻ മാന്യത പാലിക്കണം. എനിക്ക് നിയമിക്കപ്പെട്ട സമയം ഇവിടെ അവസാനിച്ചല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഇവിടെ ഉപസംഹരിക്കുകയാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ന്യായമായ വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം. എൻ്റെ ഫോൺ നമ്പർ ഇവിടെ പാസ്റ്റർക്കറിയാം. എൻ്റെ ഇമെയിൽ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇന്നിപ്പോൾ വൈകിപ്പോയതുകൊണ്ട് ചോദിക്കാൻ സാവകാശം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇമെയിലിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഫോണിൽ നിങ്ങൾക്ക് സംസാരിക്കാം. അല്ല, തിരുവനന്തപുരം വരെ വന്ന് നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതിനും ഞാൻ സന്നദ്ധതയുള്ളവരാണ്. പ്രിയമുള്ളവരെ, സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലേക്ക് ഒതുക്കുന്ന സ്ഥിതിയിൽ നമുക്ക് മാറ്റം വരണം. പരിശുദ്ധാത്മാവിനെ വിശുദ്ധീകരിക്കുന്നെന്ന് പറഞ്ഞാൽ അഴുക്ക് കളയുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. വേദപുസ്തകത്തിൽ 3 പദങ്ങളുണ്ട്: ശുദ്ധം, വിശുദ്ധം, പരിശുദ്ധം. വിശദീകരിക്കാൻ നേരമില്ലല്ലോ. ശുദ്ധം എന്ന് പറഞ്ഞാൽ അഴുക്കില്ലാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം. അഴുക്കില്ലാത്തത് ഗ്രീക്കിൽ 3 പദമാണ്: ഹഗ്നോസ്, ഹാഗിയോസ്, ഹോസിയോസ്. ശുദ്ധം എന്ന് പറഞ്ഞാൽ അഴുക്കില്ലാത്തത്. അതിൻ്റെ എതിർപദം അശുദ്ധം എന്നാണ്. അശുദ്ധം. ശുദ്ധം, അതിൻ്റെ എതിർപദം അശുദ്ധം. എന്നാൽ വിശുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവെക്കപ്പെട്ടത്. എക്സ്ക്ലൂസീവ്ലി സെറ്റ് അപ്പാർട്ട് ഫോർ എ സിംഗിൾ കോസ്. ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവെക്കപ്പെട്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ എതിർപദം സാമാന്യം എന്നാണ്. സാമാന്യം. ഹെസ്കേൽ 44:23, 1 ശമൂവേൽ 21:4. ഇങ്ങനെ ഒത്തിരി വാക്യങ്ങളുണ്ട്. സാമാന്യം. വിശുദ്ധം എന്നതിൻ്റെ എതിർപദം സാമാന്യം എന്നാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്നു എന്നാണ്. ശ്രദ്ധിക്കണേ, ശുദ്ധീകരിക്കുന്നു എന്നല്ല. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപമോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്നു. സാമാന്യമായതിൽ നിന്ന് നമ്മളെ വേർതിരിച്ച് ക്രിസ്തു എന്ന മണവാളന് വേണ്ടി മാത്രമായി നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായെങ്കിൽ സ്തോത്രം, ഞാൻ വിശദീകരണം പറഞ്ഞതാണ്. കാരണം പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ആത്മാവാണ്. അതുകൊണ്ട് അന്യഭാഷ പറഞ്ഞാൽ പാപം പരിഹരിക്കപ്പെടുമെന്നുള്ള വ്യാജം നിങ്ങളെ സ്വാധീനിക്കരുത്. പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ആത്മാവും വിശുദ്ധിയിൽ മുന്നേറുന്നതിന് നമ്മളെ ബലപ്പെടുത്തുന്ന ആത്മാവും പാപത്തോട് പോരാടി നിൽക്കുവാൻ നമ്മളെ ശക്തീകരിക്കുന്നവരും, സ്തോത്രം, നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മളെ കൈപിടിച്ച് വഴി നടത്തുന്ന കാര്യസ്ഥനുമാണ്. ഹല്ലേലൂയ, സ്തോത്രം ആട്ടെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായതെന്ന് വിശ്വസിക്കുന്നു. ഈ അവസരത്തിൽ നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഒറ്റ ആഗ്രഹമേ ഉള്ളൂ: പഥ്യവചനം അനുസരിച്ച് നിത്യജീവന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. തെറ്റായ ഗൈഡ് മാപ്പ് കൊണ്ട് പോയാൽ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തിൽ എത്തുകയില്ല. കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം എന്താണ്? ദൂതന്മാർക്ക് പകരം സ്തുതിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതല്ല നമ്മളെ. മണവാട്ടി എന്ന പദവിയിൽ അവനോടുകൂടെ നിത്യതയിൽ വാഴുവാൻ ദൈവം നമ്മെ മുൻ നിയമിച്ചിരിക്കുകയാണ്. ആ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യക ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന മണവാട്ടിയാണ്. ആ പുരുഷൻ്റെ ഹിതമറിഞ്ഞ് ആ പുരുഷൻ്റെ ആ തലയോളം സകലത്തിലും വളരുവാൻ, സ്തോത്രം, ആ ദിവ്യ സ്വഭാവത്തോട് ഏകീഭവിച്ച് നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ സർവകൃപാലുവായ ദൈവം എല്ലാ സഹോദരങ്ങൾക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചും നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ.